A very warm welcome to this great, grand, extravagant show. So, ഇന്ന് നമുക്കറിയാം ഞാൻ ഏറ്റവും ആദ്യം തന്നെ നല്ലൊരു നമസ്കാരമൊക്കെ പറഞ്ഞു ബട്ട് ഐ എം സോ സോറി ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി റിപ്ലൈ ബാക്ക് സോ എല്ലാവരും ചേർന്ന് ബിക്കോസ് ഹൗ മെനി ഓഫ് യുവർ മലയാളീസ് ഹിയർ എവ്രിബഡി ആർ മലയാളീസ് സോ നമുക്ക് ഈ ഒരു ദിവസം ഈവനിങ് നമുക്ക് തുടങ്ങുന്ന സമയത്ത് നല്ല എനർജിയോട് കൂടെ നല്ലൊരു നമസ്തേ പറഞ്ഞുകൊണ്ട് തുടങ്ങിയാലോ ഹൗ അബൌട്ട് ദാറ്റ് യെസ് താങ്ക് യു സോ മച്ച് മാം ആക്ച്വലി ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഐ എം ഗെറ്റിംഗ് ദറ്റ് റെസ്പോൺസ് താങ്ക് യു വെരി മച്ച് സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ നമസ്തേ Wow, that's the energy of Malayalis. That is the energy we have as proud people from Kerala. So, we all have gathered here to celebrate excellence. There are so many luminaries, so many visionaries who's joined with us in the Thirudavasam. അത് മറ്റൊന്നും കൊണ്ടല്ല നമുക്കറിയാം കേരളം അല്ലെങ്കിൽ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും ഒരുപാട് മാറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരാണ് ഇന്ന് എൻ്റെ മുമ്പിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേര് സോ വി ആർ ഓൾ എക്സ്ട്രീംലി പ്രൗഡ് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു സെലിബ്രേറ്റ് ദിസ് ജേർണി ഓഫ് ലെഗസി വിത്ത് എവറിബഡി ഓഫ് യു സോ വൺസ് അഗെയിൻ എ ഹാർട്ടി വെൽക്കം to this powerful show presented to you by Asianet and ACV. So ladies and gentlemen, so can we begin? Yes? Are you sure? Okay, so ladies and gentlemen, let me welcome all of you to IQ Ventures Asianet ACV Power and Partnership Award 2025. Can I get a big round of applause? Thank you so much for the response. So, ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ ആരംഭിക്കുകയാണ് വിത്ത് ഓൾ യുവർ ലവ് വിത്ത് ഓൾ യുവർ സപ്പോർട്ട് വിത്ത് ഓൾ യുവർ പ്രേയേഴ്സ് അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഫ്രം our ടീം നമ്മൾ അറിയിക്കുകയാണ് ബിക്കോസ് ഫോർ ബീങ് സോ എനർജറ്റിക് ഫോർ ടേക്കിംഗ് ദ നെയിം ഓഫ് മലയാളീസ് അക്രോസ് ദ ഗ്ലോബ് വിത്ത് യുവർ ഹാർഡ് വർക്ക് വിത്ത് യുവർ ലെഗസി സോ ടു ബിഗിൻ ദിസ് സെറമണി ടു ബിഗിൻ ദിസ് സെലിബ്രേഷൻ വിത്ത് ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് 2 പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനീസിൻ്റെ ലോഞ്ചാണ് ആൻഡ് വി ആർ എക്സ്ട്രീംലി പ്രൗഡ് ടു ഹാവ് ദം ഹിയർ ആസ് എ പാർട്ട് ഓഫ് ദ സെലിബ്രേഷൻ തുടങ്ങുമ്പോൾ തന്നെ വി നോ ദാറ്റ് വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം സോ തുടങ്ങുമ്പം ടു ബിഗിൻ വി ഹാവ് എ ലേഡി ഓൺട്രപ്രണർ എ വെരി യങ് എ വെരി ബ്യൂട്ടിഫുൾ ലേഡി ടു കിക്ക് സ്റ്റാർട്ട് ദിസ് ഡേ വിത്ത് സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ലെറ്റ് മീ വെൽക്കം ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഷീ സ്ക്വയർ ബൈ CEO സ്ക്വയർ മിസ് കീർത്തി പ്രസാദ് Can we have the AV here? Let's give it up. And it's very difficult at a young age to be here standing with me. So please, ma'am, over to you. Hi. A very good evening and Namaskaram Kochi. Since it's happening in Kochi, Namaskaram everybody. I am Kirti Prasad and I am so privileged to be here representing my own company, CEO Square. ഞാൻ ഇത്രയും ഓൺട്രപ്രണേഴ്സിനെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇവിടെ വരുമ്പോൾ ആൻഡ് എസ്പെഷ്യലി പർവീൻ ഹാഫിസ് മില്ലൻ you guys are like, you know, such idols for me because I have seen many of your interviews and I'm so blessed to be here in front of you all. And when we started CEO Square, what we felt was like I was a 21-year-old broke child. I did not have any, penny to start something of my own. And I searched every, Google, Chrome websites, where I can get mentorships or where I can get help from people who can start something of my own. But the thing was, there was no such website. There was no such platforms. Even if there was a platform, they take a lot of money, which I did not have. And
അതല്ല കേസ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫോർ എസ്റ്റാബ്ലിഷ്ഡ് പീപ്പിൾ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എസ്റ്റാബ്ലിഷ്ഡ് കമ്പനീസ്. സോ ആ ഒരു ഗ്യാപ്പിൽ നിന്നാണ് വി സ്റ്റാർട്ടഡ് CO Square. CO Square helps entrepreneurs to connect, communicate and collaborate with like-minded people. ആൻഡ് അങ്ങനെ CO Square 21 തുടങ്ങുന്ന സമയത്താണ് എന്നെക്കുറിച്ച് പലരും പറഞ്ഞ കൺസേൺ, വൺ തിങ്, ഐ എം സോ യങ്. സെക്കൻഡ് തിങ്, ഐ ആം എ വിമൻ. Oh my God, I did not know that. Like, I am a woman, 21-year-old kid starting something of my own, and that is a problem. ഇത് എനിക്ക് അപ്പം അത്ര വലുതായിട്ട് തോന്നിയില്ല. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ദ കമ്മ്യൂണിറ്റി. സോ ഫാർ 6 months ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഫാർ വി ഹാവ് 1700 സ്റ്റാർട്ടപ്സ് അണ്ടർ അസ്. ആൻഡ് ആൾക്കാരായിട്ട് കൂടുതൽ ഇടപഴകിയപ്പോഴാണ് മനസ്സിലാവുന്നത് വൈ ദാറ്റ് ക്വസ്റ്റ്യൻ അറൈസ്ഡ്. ബിക്കോസ് ഇന്ത്യ എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള രാജ്യത്ത് 20% ഓഫ് വുമൺ MSME ഓണേഴ്സ് ആണ്. But in that 20%, 61% women does not have any support, lack financial knowledge and they lack support. സോ ആ ഒരു അത്രയും വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നാണ് എന്തുകൊണ്ട് ഷീ സ്ക്വയർ തുടങ്ങിക്കൂടാന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മൾ എത്തുന്നത്. ആൻഡ് ഐ എം സോ പ്രൗഡ്. ഷീ സ്ക്വയർ പോലെ വി ഹാവ് വെൻ is such a beautiful platform. അതുപോലൊരു പ്ലാറ്റ്ഫോം തുടങ്ങാനാണ് ഷീ സ്ക്വയർ ബൈ CO Square ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി to be here announcing She Square is coming to you guys, and I'm so happy I can see a lot of women entrepreneurs celebrating women. Oh my God, that is so beautiful. Because ഞാൻ മറ്റേ നമ്മുടെ വനിതാ ദിനാചരണത്തിനൊക്കെ ഇത്ര വുമൻ ഓൺട്രപ്രണേഴ്സിനെ കണ്ടിട്ടുള്ളൂ. ബട്ട് ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് ഇൻക്രെഡിബിൾ വിമൻ ഓൺട്രപ്രണേഴ്സ് ആൻഡ് പീപ്പിൾ ഹു uplift women entrepreneurs, men. See, Shafi is my mentor and I'm so happy and I'm grateful for him. We need more Shafis like, to uplift us, and I'm so happy to be here. I'm so happy to launch our She Square. Thank you everyone. Once again, congratulations to everybody from She Square, because this is such a big productive initiative. So Ini, this was just the start. This was just a beginning. So ladies and gentlemen, വീണ്ടും നമ്മുടെ കൂടെ അടുത്ത ഒരു വുമൻ ഓൺട്രപ്രണർ ആണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ് മീ വെൽക്കം, ആൻഡ് ഷീ ഈസ് നൺ അതർ ദാൻ, അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ അദ്ദേഹം സംസാരിച്ച സമയത്ത് പറഞ്ഞു, ദ മെയിൻ ഇഷ്യൂ ദാറ്റ് ഷീ ഫേസ് വാസ് ബീങ് എ വുമൻ ആൻഡ് ഓൾസോ ദാറ്റ് ഈ ഒരു യങ് ഏജിൽ. ബട്ട് അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് യു ആർ ഡൂയിങ് സംതിങ് ഗ്രേറ്റ്, സംതിങ് വെരി പ്രൊഡക്റ്റീവ്, ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി ബീങ് എൻ എക്സാമ്പിൾ ടു ഓൾ ദ വിമൻ ഹിയർ. So ladies and gentlemen, we are moving on to the next session, and for that let me welcome the managing director of Virtual Captains, none other than Miss Roshna Safar, with a very big round of applause everybody. Over to you. Namaskaram everyone, and all the best to She Square, Kirti. Instead of standing in one stretch, I wanted to roam around. This is how I do for the last 15 years. I'm an entrepreneur by profession as a sales trainer. And as she told, every woman or every entrepreneur have hurdles in their life. Maybe because of these obstacles, I made myself to be an entrepreneur. I started my career not to know how to hold a mic, not to know how to present myself in English. മലയാളത്തിൽ തന്നെ പറയാം. എൻ്റെ നാട് ആലപ്പിയാണ്. 2015 അല്ലെങ്കിൽ 2014 I just completed my MBA. Then I thought, I'll just go and work under one company as in inside sales. As a profession, when I just got into sales, there is no clue how to sell a product or a service. Service is all about concept selling. We are making everybody to feel that this is something that you will get to know in your hand by expressing ourselves. Every entrepreneurs have their own team, right? How do you mentor your team? You're patting on their shoulders and say, you are doing good. Go ahead. I am an entrepreneur by handling, as a virtual captain's an organization name, sales as a service. We are helping the organizations to achieve the sales. I know there are hurdles, those who've been doing many kind of sales in the market.
if somebody will be definitely giving you the leads, and who will close the leads? Is everybody taking the ownership for closing the deals? You, as your company, will take the complete ownership about closing the deals, right? And we are the company helping each of the organization to take the risk of this accountability. That is how there is no competition right now in India for us. Virtual Captain's name I bought in the year 2015. There is no clue, should I start a company? I started a company in 2022. Before that, I have worked in many other companies to understand how I have to help the organizations. Right now, we have the presence in different countries by 10 among people within us. If I am telling you that I can get my best, and each one of us just having our own, motivation skill to make us to be proud. I believe this is not only just a recognition event today. I believe this is an inspiration day for us. And each one of you, congratulations for all of us, those who have been winning the success stories for today. And I'm really grateful to be a part of it and be a part of IQ Ventures, to be honored and to be standing in front of you. Thank you, everyone. Thank you, everybody. So, ഇന്ന് വന്നപ്പോൾ തന്നെ ഒരുപാട് പേരും ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ACV എന്ന് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ബ്രാൻഡാണ്. ആൻഡ് ദേ ആർ അസോസിയേറ്റിംഗ് വിത്ത് IQ Ventures, which is indeed a very proud moment for all of us. And as we all know, കേരളത്തിൻ്റെ വിനോദ വ്യവസായ ഇൻ്റർനെറ്റ് സേവന രംഗത്തെ വിശ്വാസ്യതയുടെ പേരാണ് ഏഷ്യാനെറ്റ്. 3 പതിറ്റാണ്ടിലധികമായി കേരളത്തിൻ്റെ വാർത്താ സംസ്കാരത്തിൻ്റെയും വിനോദ വ്യവസായത്തിനും ഒപ്പം നടന്ന ചരിത്രമാണ് ഏഷ്യാനെറ്റിന് ഉള്ളത്. സോ ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ കൂടെ തന്നെ ACVയും IQ Venturesഉം ചേർന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഈ ഒരു പവർ ആൻഡ് പാർട്ട്ണർഷിപ്പ് അവാർഡ് 2025 ഒരു ഒഫീഷ്യൽ കിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ we are moving on to the welcome address. And to deliver the welcome address, ladies and gentlemen, let me welcome Mr. Salil Thomas, Head and Vice President, ACV. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. Good evening, ladies and gentlemen. We at Asianet are privileged to have all of you here, all the successful businessmen here. It's not easy to be a successful entrepreneur in Kerala, in a place like Kerala. We have so many peculiarities. The resources are strained. We are densely populated, so it's very hard to compete and be successful in Kerala. So I take this opportunity to congratulate each and every winners of this award and welcome you all to this event. I especially let me get into my duty. I welcome our ex-MP, Sri Sebastian Paul, who has agreed to join us here, and he is here with us. Let me welcome him. I welcome each and every one of you who are present here, and thank you very much. So we are now moving on to the inauguration ceremony of IQ Ventures, Asianet ACV, presenting to you Power and Partnership Award 2025. So to deliver the inaugural address and to officially inaugurate this function, let me invite Dr. Sebastian Paul. സോ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആക്ച്വലി ഞാൻ പേര് വിളിക്കുമ്പോഴേക്കും സ്റ്റേജിലേക്ക് വരാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഐ ഷുഡ് ടെൽ ദിസ്, വി ഓൾ നോ ദാറ്റ് അദ്ദേഹം മുൻ ലോക്സഭാ അംഗമാണ്. അത് മാത്രമല്ല ഒരുപാട് വർഷത്തെ പരിചയ സമ്പന്നതയുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഒപ്പം ഹിസ് PhD ഡോക്ടറേറ്റ് ഹോൾഡർ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയോടെ കൂടെ തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. With lots of respect, welcoming Dr. Sebastian Paul. We are now moving on to the inaugural ceremony of IQ Ventures, Asianet ACV Power and Partnership Award 2025. Over to you, sir. Welcome. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊരു ആഘോഷമാണ്, സെലിബ്രേഷൻ. റെക്കഗ്നിഷനല്ല, സെലിബ്രേഷനാണ് എന്നിവിടെ നേരത്തെ പറയുകയുണ്ടായി. സെലിബ്രേഷൻ ഓഫ് എക്സലൻസ്. പ്രത്യേകിച്ച് മാർജിനലൈസ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ, ഏത് രംഗത്തായാലും.
അവരുടെ ഇനീഷ്യേറ്റീവ്, അവരുടെ എൻ്റർപ്രൈസ്, അവരുടെ സക്സസ് സ്റ്റോറീസ്, അതൊക്കെ കേൾക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏഷ്യാനെറ്റിനെ കുറിച്ചുകൂടി പറയുകയുണ്ടായി. 30 വർഷമായി നമുക്ക് പരിചയമുള്ള ഒരു ബ്രാൻഡ് ആണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റും ACVയും ചേർന്നുള്ള ഈ പരിപാടി, ഇത് നമ്മുടെ നാടിൻ്റെ ജനതയുടെ വളർച്ചയുടെ ഒരു പ്രധാന ഘട്ടത്തിൽ അവർക്ക് നൽകുന്നൊരു പ്രോത്സാഹനം കൂടിയാണിത്. തീർച്ചയായും ഈ അവാർഡ് നൈറ്റ് അത് നമ്മളൊരു എക്സലൻസ്, മെറിറ്റോറിയസ് വർക്ക്, സക്സസ് അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതും ആവശ്യമുള്ള കാര്യമാണ്. നമുക്കൊരു എൻ്റർപ്രൈസ് സംരംഭം വിജയിപ്പിക്കുന്നതിന് മൂലധനം മാത്രം പോരാ, മാർക്കറ്റ് കണ്ടെത്തിയാൽ മാത്രം പോരാ. നമുക്ക് തന്നെ ഒരു ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാകുന്നത് റെക്കഗ്നിഷൻ, അവാർഡിൻ്റെ മൂല്യം എത്ര വലുതാണ് എന്ന് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ ഫാൽക്കെ അവാർഡ് കിട്ടി എന്നറിഞ്ഞപ്പോഴും അത് സ്വീകരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ലോക നിലവാരത്തിലുള്ള ഹോളിവുഡ് നടന്മാർക്കൊപ്പം നിർത്താവുന്ന ഒരു നടനാണ് മോഹൻലാൽ. പക്ഷെ അദ്ദേഹം പോലും ഒരു കൊച്ചു കുട്ടിയുടെ, നവാഗതൻ്റെ ഒരു പുളകത്തോടെയാണ് ആ അവാർഡിനെ സ്വീകരിച്ചത്. എല്ലാവർക്കും അത് ആവശ്യമുണ്ട്. ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അത് ആ വ്യക്തിക്ക് നൽകുന്ന അംഗീകാരം മാത്രമല്ല, ആ വ്യക്തി ആര് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് കൂടിയാണത്. അതുകൊണ്ട് ഈ ചടങ്ങിൻ്റെ, ഈ അവാർഡ് നൈറ്റിൻ്റെ അതിൻ്റെ മൂല്യം വളരെ വലുതാണ്. അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഈ നവാഗതരായ അല്ലെങ്കിൽ സാഹസികരായ വനിതാ സംരംഭകരെയും അവാർഡിന് അർഹമായ ഇതര സംരംഭകരെയും പ്രോത്സാഹിപ്പിക്കാം. അവർക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി, ഈ അവാർഡ് നൈറ്റ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. So, ladies and gentlemen, we now have a very, very important person sitting right in front of me. So, next we are moving on to a chief guest address. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇദ്ദേഹത്തിന് മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപാട് സുപരിചിതനായിട്ടുള്ള ഒരാളെയാണ് അടുത്തത് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ചലച്ചിത്ര സംവിധായകനും നടനും കൂടിയായിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മിസ്റ്റർ M.A. നിഷാദ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെ മിസ്റ്റർ M.A. നിഷാദ് സാറിനെ വെൽക്കം ചെയ്യുന്നു. A very big round of applause as we are welcoming Mr. M.A. നിഷാദ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനൊരു പരിപാടിയിൽ വരും അല്ലെങ്കിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊന്നുമല്ല. പക്ഷേ ഒരു 2 മണിക്കൂർ മുമ്പാണ് അഭിജിത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, വഴക്ക് പറയരുത്, ഇങ്ങനൊരു പ്രോഗ്രാമുണ്ട്, വരണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ACVയുമായിട്ട് എനിക്കൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഒരു സിനിമാ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചില വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ സാറും ഒക്കെ ആയിട്ട് ഒരുപാട് ന്യൂസ് നൈറ്റ് സംവാദങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ടും മാധ്യമ സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു സൗഹൃദം എല്ലാം ഉണ്ട്. ഞാനിവിടെ വരുമ്പോൾ എന്താണ് പരിപാടി എന്ന് പോലും അറിയില്ല. ഇവിടുന്ന് കയറുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഇതെന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോഴാണ് ലേഖ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ഒരു പരിപാടിക്കാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ളത്. സമൂഹത്തിൻ്റെ ചാലക ശക്തികൾ യുവാക്കളാണെന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൻ്റെ ചാലക ശക്തികൾ സ്ത്രീകളാണ്. തീർച്ചയായിട്ടും എനിക്കൊരുപാട് അഭിമാനം തോന്നുന്നു. വുമൺ എംപവർമെൻറ്റിൻ്റെ കാലത്ത് ഓൺട്രപ്രണേഴ്സായിട്ടുള്ള സ്ത്രീ സുഹൃത്തുക്കളെ ആദരിക്കുന്ന ഈ ചടങ്ങ്, സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതുപോലെ അവാർഡുകൾ എപ്പോഴും അംഗീകാരങ്ങളാണ്. തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഇത് പ്രചോദനങ്ങളുമാണ്. ഇപ്പോൾ IQ വെഞ്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ കീർത്തിയായാലും രണ്ടാമത് സംസാരിച്ച ആ കുട്ടിയാണെങ്കിലും വളരെ മനോഹരമായി അവരുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. രണ്ടാമത് കുട്ടിയുടെ പേര് മറന്നുപോയി, ക്ഷമിക്കണം, റോഷ്ന. ആലപ്പുഴ ലിയോത്തട്ടില്ല ഞാനും പഠിച്ചത്.
അപ്പോൾ ആ മൈക്ക് പിടിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ എൻ്റെ ഇംഗ്ലീഷ് ശരിയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷമുള്ള അവരുടെ ആ കോൺഫിഡൻസ്, ഹാറ്റ്സ് ഓഫ് ടു യു. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലേഖ ചേച്ചിയുമായിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് ബന്ധം, ആ കുടുംബത്തിലൊരു അംഗമാണ്, ഒരു മികച്ച ഓൺട്രപ്രണറാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയിലൂടെ ഇതുപോലെ കുറേ വുമൺ ഓൺട്രപ്രണേഴ്സ് വരണം, നല്ല സിനിമകൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സാണ് ഇന്ന് ഏറ്റവും കൂടുതൽ. കേരളത്തിൽ മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, സിനിമ എന്ന മാധ്യമം ഈ നൂറ്റാണ്ടിൻ്റെയും വരുന്ന നൂറ്റാണ്ടിൻ്റെയും മാധ്യമമാണ്. സിനിമയിൽ കൂടെ പലതും സംവേദിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇപ്പം എന്നെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്ത കുട്ടി പറഞ്ഞു ഒരുപാട് പരിചിതനായ, ഞാനത്ര പരിചിതനൊന്നുമല്ല, സാമൂഹിക പ്രതിബദ്ധതയുള്ള കുറച്ച് സിനിമകൾ എടുത്തു എന്ന് മാത്രം. നടനെന്ന് അഡ്രസ്സ് ചെയ്തു, നല്ല നടനൊന്നുമല്ല, 1-2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10-12 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇന്നും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ ജനങ്ങളിലേക്ക് എത്തുകയും അവർ കൂടുതൽ പേർ ആ സിനിമ കാണുകയും അതിലെ അഭിനേതാവിനെയും അതിൻ്റെ കലാകാരന്മാരെയും ടെക്നീഷ്യനെയും അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ കൂടുതൽ പരിചിതനാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിരുന്നാലും ACVയുടെ ഈ അവാർഡ് നൈറ്റിൽ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകം നന്ദി പറയട്ടെ. ഇത്രയും മനോഹരമായ ഒരു സായാഹ്നത്തിൽ എൻ്റെ സഹോദരിമാർക്ക് ഒരു വലിയ അപ്ലോസ് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ കൊടുക്കുകയാണ്. കൂടുതൽ ഉയരത്തിലേക്ക് ഓൺട്രപ്രണേഴ്സിലേക്ക് സ്ത്രീകൾ വരട്ടെ. ഒരിക്കൽ കൂടി ഒരു ശുഭ സായാഹ്നം നേരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയ അഭിവാദ്യങ്ങൾ. We are now moving on to another address by our very own chief guest. So ഇദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുമ്പം കുറച്ച് കൂടുതൽ സ്നേഹമെന്നോ അല്ലെങ്കിൽ കുറച്ച് he is like a very big brother to many of us. ഇപ്പോൾ ആദ്യം സംസാരിച്ച രണ്ടുപേരും പറഞ്ഞു they were supported by him and his company. So ladies and gentlemen, we all know that IQ Ventures is a global private startup ecosystem builder, and we identify challenges faced by entrepreneurs, startups, investors and governments, and then create specialized projects to solve them. സോ വളരെ ഒരു ചെറിയ സാധാരണ വില്ലേജിൽ നിന്ന് വന്ന ഒരാൾ ഇത്രയും വലിയ ഒരു സ്റ്റാർട്ടപ്പിന് നേതൃത്വം കൊടുക്കുന്നു. നമ്മുടെ എല്ലാവരും കൂടെ നിന്ന്, നമുക്കൊരു ചേട്ടനെ പോലെ ഒരു സുഹൃത്തിനെ പോലെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് എല്ലാ ബിസിനസ്സിനും ഏറ്റവും കൂടുതൽ പവറപ്പ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് അദ്ദേഹം ഇന്ന് വളർന്നിട്ടുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി ആർ വെൽക്കമിംഗ് our title sponsor, IQ Venturesന്റെ CEO, and it is none other than Mr. Shafi Shaukat. Ladies and gentlemen, let's give it up for CEO of IQ Ventures, Mr. Shafi Shaukat. Hello everyone, good evening. അപ്പോൾ ഒരു സ്പീച്ച് തരാനുള്ള ഒരു അന്തരീക്ഷം എല്ലാം അറിയാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താ IQ Ventures. ജസ്റ്റ് ബ്രീഫ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് അല്ല. ഞാനൊരു പാലക്കാട് നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു കമ്പനി തുടങ്ങി. ഒന്നും അറിയുന്നില്ല, ആരിനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യേണ്ടത്, എന്താണ് ബ്രാൻഡിങ്, ഒന്നും അറിയില്ല. നമ്മുടെ കരിക്കുലത്തിലില്ല, അത് പഠിക്കാനൊരു സാഹചര്യമില്ല. അപ്പോഴാണ് പിന്നീട് ഒരുപാട് ഓൺട്രപ്രണേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഇതാണ് സെയിം പ്രശ്നം, ഇന്ത്യയിൽ മൊത്തം ഇതാണ് പ്രശ്നം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ്സ് നോട്ട് മൈ ഡ്യൂട്ടി ടു സ്റ്റാർട്ട് എ കമ്പനി. ഇൻസ്റ്റെഡ് സ്റ്റാർട്ടിങ് I should start something that can foster many startups that can create many unicorns. അങ്ങനെയാണ് നമ്മൾ IQ Ventures എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. മെയിനായിട്ട് ഓൺട്രപ്രണേഴ്സ്, സ്റ്റാർട്ടപ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഗവൺമെൻറ്റ്സ് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് സോൾവ് ചെയ്യലാണ് വാട്ട് ഈസ് IQ Ventures ഡൂയിങ്. ആൻഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വെൻ സമൺ ആസ്ക് മീ എന്താണ് IQ Ventures, ജസ്റ്റ് വൺ ലൈൻ ബ്രീഫ് ചോദിക്കുമ്പോൾ ഞാൻ പറയാറ് ദർ ആർ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ പീപ്പിൾ ഇൻ ഇന്ത്യ. അവരെ കണ്ടെത്തുക, നെക്സ്റ്റ് ലീഡേഴ്സ്, റിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന നെക്സ്റ്റ് ലീഡേഴ്സ് ലൈക്ക് കീർത്തി, റോഷന, ഇങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ലീഡേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ. ഇവരെ കണ്ടെത്തുക. ദേ ഡോണ്ട് ഹാവ് സപ്പോർട്ട്, ദേ ഡോണ്ട് ഹാവ് ഫിനാൻഷ്യൽ എയ്ഡ്, ദേ ഡോണ്ട് ഹാവ് മെൻറ്റർഷിപ്പ്. സോ ഇങ്ങനത്തെ ആൾക്കാരെ 100 പേരെ കണ്ടെത്തി അവരെ സപ്പോർട്ട് ചെയ്താൽ തന്നെ ഇറ്റ്സ് ഗോയിങ് ടു ക്രിയേറ്റ് എ വെരി ഗുഡ് ഇമ്പാക്ട് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഐ വാണ്ട് ടു ബി എ ഗ്രേറ്റ് ലീഡർ ബൈ ക്രിയേറ്റിംഗ് മോർ ലീഡേഴ്സ്, ആൻഡ് ഐ ബിലീവ് ദാറ്റ് എ ഗ്രേറ്റ് ലീഡർ ഹൂ ഈസ് സമൺ ഹൂ ക്രിയേറ്റ് മോർ ലീഡേഴ്സ്. അപ്പോൾ ദിസ് ഈസ് വാട്ട് IQ Ventures ഈസ്. ആൻഡ് ഇന്ന് വുമൻ ഓൺട്രപ്രണേഴ്സിൻ്റെ അവാർഡ്സ് കാര്യങ്ങളൊക്കെയാണ്. സോ വെൻ ഐ ടോക്ക് ടു എ ഫേമസ് ഓൺട്രപ്രണർ ഇൻ കേരള, വെൻ ഐ ടോക്ക് ടു ഹെർ, അവരെന്നോട് പറഞ്ഞത് വൈ എവരി വൺ ഈസ് കോളിങ് അസ് വിമൺ ഓൺട്രപ്രണർ, ജസ്റ്റ് കോൾ ഓൺട്രപ്രണർ അല്ലേ, എന്തിനാണ് വിമൺ, വാട്ട് ഇസ് ദ ഡിഫറൻസ്, ദേ ആർ ഡൂയിങ് ബിസിനസ്, മെൻ ആർ ഡൂയിങ് ബിസിനസ് ആൻഡ് വി ആർ ഓൾസോ ഡൂയിങ് ദ ബിസിനസ്, റൈറ്റ്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ദ പോയിന്റ്. ആൻഡ് ഓൾസോ വാട്ട് ഐ ബിലീവ് ഈസ് ലൈക്ക്
there is nothing called a women and men in business or in entrepreneurship. ഈ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രീഡായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ബ്രീഡിലുള്ള ആൾക്കാരെ കണ്ടെത്തലാണ് എൻ്റെ ദൗത്യം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സം അനാട്ടമിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഓർ ദാറ്റ് കൈൻഡ് ഓഫ് തിങ് ഇൻ ഓൺടർപ്രണർഷിപ്പ്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. നമ്മുടെ എല്ലാ കംഫർട്ട്സും നമ്മൾ പൊട്ടിച്ച് ഒരു ഗോളിന് വേണ്ടിയിട്ട്, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, ഒരു ഡ്രീമിന് വേണ്ടിയിട്ട് എല്ലാ എഫേർട്ട് ഇട്ട് നമ്മുടെ എല്ലാ സാക്രിഫൈസസ് കംഫർട്ട് സോണിൽ വന്ന് ചെയ്യുന്നത് ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ഇതിൽ ആണോ പെണ്ണോ എന്നില്ല. ആണായതുകൊണ്ട് അതിനെന്തില്ല, പ്രത്യേക ബെനിഫിറ്റ്സും ഇല്ല. പെണ്ണായതുകൊണ്ട് അത് കഴിയാത്തതുമില്ല. പിന്നെ പെണ്ണെന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ ഞാനെപ്പോഴും എൻ്റെ റോൾ മോഡൽ അല്ലെങ്കിൽ എൻ്റെ പ്രൈമറി മെൻറ്ററായിട്ട് കാണുന്നത് എൻ്റെ ഉമ്മാനെയാണ്. വൈ? ബിക്കോസ് വെൻ മൈ ഫാദർ പാസ്ഡ് അവേ വെൻ ഐ വാസ് ലൈക്ക് ഞാൻ UKG പഠിക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ മരിച്ചത്. അതിനുശേഷം ഷീ റേസ് മീ. സോ ഇഫ് സമൺ ഈസ് ടെലിംഗ് ദാറ്റ് യു ആർ ഗുഡ്, വെരി ഗുഡ്, യു ഹാവ് ദിസ് മച്ച് ടാലൻറ്റ്, യു ആർ ദിസ് മച്ച് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ദർ. സോ അതുകൊണ്ട് തന്നെ ഐ നോ ഫ്രം എൻ്റെ ചെറിയൊരു പെൻഷൻ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ഷീ മാനേജ് എവറിത്തിങ്. സോ ഈ ഫിനാൻസസ്, മണി മാനേജ്മെൻറ്റ്, യൂണിറ്റ് എക്കണോമിക്സ്, എവറിത്തിങ് ഐ ലേൺ ഫ്രം ഹെർ. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ, ഒരു ഓൺടർപ്രണർ ആവാൻ ഒരു ആൺ അല്ലെങ്കിൽ പെണ്ണെന്നൊരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ ശരിക്കും ഇറ്റ് ഈസ് മോർ അഡ്വാൻസ് ടു എ വിമൻ. ബട്ട് ബിക്കോസ് ഒരു ആണിന് ജന്മം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കമ്പനി നടത്തലൊക്കെ വിമണിനെ സംബന്ധിച്ചോളം വളരെ സിമ്പിളായിട്ട് കാര്യം ഞാൻ ചിന്തിക്കുന്നത്. ആൻഡ് ഓൾസോ എസ്പെഷ്യലി ഇൻ സ്റ്റേറ്റ് ലൈക്ക് കേരള ദർ ആർ ലോട്ട് ഓഫ് women who can be an entrepreneur. I'm not referring women entrepreneur, women who can be an entrepreneur and who's having a lot of potential. അറിയാലോ, ശൈലജ ടീച്ചറൊക്കെ ഉള്ള കേരളമാണ്. അപ്പോൾ നമുക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ when someone contacted from this for this event sponsorship, ഞാൻ പറയുന്നു സ്പോൺസർ ചെയ്തോ. ചെറിയ നോട്ടീസിലാണ് പറഞ്ഞത് സ്പോൺസർ ചെയ്തെന്ന് പറയാൻ കാരണം there should be events like this, there should be ഇങ്ങനത്തെ അവാർഡ്സും ഇങ്ങനത്തെ റെക്കഗ്നൈസേഷനും കൊടുക്കണം നിർബന്ധമാണ്. ബിക്കോസ് എ കൺട്രി ലൈക്ക് ഇന്ത്യ ഷുഡ് ഓൺലി ഗ്രോ വിത്ത് ഓൺടർപ്രണർഷിപ്പ്. കാരണം നമ്മൾ ഇത്രയും ലാസ്റ്റ് മാർക്കറ്റ് ക്രാഷും ഡോളർ ക്രാഷും ഇതെല്ലാം നമ്മുടെ റുപ്പി ക്രാഷൊക്കെ ആയ സമയത്തും ഇന്ത്യ ഫോർത്ത് എക്കണോമി അല്ലെങ്കിൽ ഇത്രയും ഒരു മുന്നേറ്റം കൊണ്ടുവന്നത് ഇറ്റ്സ് ഓൾ ഫ്രം ദ സ്റ്റാർട്ടപ്പ് എക്കണോമി. സോ ഇന്ത്യ പോലത്തെ രാജ്യത്തിന് ഒരു ഡെവലപ്ഡ് ആവണമെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഓൺടർപ്രണർ should contribute, and as I said, there is no women and men in entrepreneurship. It is all about entrepreneurs. We are the same breed. So that's for now. Thank you. We are now moving on to the much awaited session, a session that we have been waiting for so long. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ദ റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസ്. നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് വലിയ കാര്യങ്ങൾക്ക് തുല്യമാകില്ല, എന്നിരുന്നാലും a very small recognition, a very small token of love from our side. So we are now moving on to IQ Ventures, Asianet ACV Power and Partnership Award 2025-ൽ ഏറ്റവും ആദ്യത്തെ കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് കടക്കുകയാണ്. And that is, as the name itself suggests, Empower Her Award. So to give away the awards, let me invite Dr. Sebastian Paul. Please sir, a hearty welcome to you once again, along with, so നമ്മൾ അവാർഡ് കൊടുക്കുന്നവരെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ നല്ലൊരു കൈയടി ആവാട്ടോ, എവ്രിബഡി ടുഗദർ. ലെറ്റ്സ് ഡു ദാറ്റ്. ആൻഡ് ഓവർ ടു ദ നെക്സ്റ്റ് പേഴ്സൺ, ACV വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സലീൽ തോമസ്. വെൽക്കം സർ. ഓൾസോ സെയിൽസ് ഹെഡ് മിസ്റ്റർ ബിജോ ജോസ്. ആൻഡ് വി ആർ നൗ മൂവിങ് ഓൺ ടു ദി അവാർഡ്സ്. ആൻഡ് ഓൾസോ ഇവിടെ കുറച്ച് നേരം മുന്നേ സാറ് പറഞ്ഞു ഞാൻ അത്ര വലിയ ഭയങ്കര സുപരിചിതനൊന്നും അല്ലാന്ന്, പക്ഷേ എനിക്ക് അതുവേ അറിയാമായിരുന്നു. ഐ ഹവ് സീൻ യുവർ മൂവി. നമുക്ക് ചില മൂവീസ് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്നും ഓർത്തിരിക്കും എന്നുള്ളതൊരു എക്സാമ്പിളാണ് സർ. സോ പ്ലീസ് സാറും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം. വെൽക്കമിങ് യു as well. So ladies and gentlemen, we are now moving on to the Empower Her Award, the first category of IQ Ventures Asianet ACV Power and Partnership Award 2025. So can we begin? Yes? Can I hear a yes if that's a yes? Wow, that's great. I have a very energetic audience here, especially this side and some people here. So everybody together, എനിക്ക് നല്ലൊരു yes കേൾക്കാവോ from that side? Yes? Thank you so much. And the very first award in this category, the Outstanding Woman Entrepreneur, Healthcare and Medical Products, goes to Miss Binu Philippos from Sevena MediNeeds. Welcome, ma'am. AV, please.
Also welcoming the Asianet Satellite Communications Limited Zonal Head, Mr. Satish Kumar. Welcome. പ്രതിസന്ധികളും കഠിന പാതകളും തളർത്താത്ത ജീവിതവീര്യം പകരുന്ന പെൺകരുത്ത്, പ്രതിബന്ധങ്ങളും തിരിച്ചടികളും നിറഞ്ഞ വഴികളിൽ ചങ്കുറപ്പോടെ മുന്നേറി നേടിയെടുത്ത വിജയയാത്രകളാണ് വനിതാ സംരംഭകയായ ബിനു ഫിലിപ്പോസിൻ്റേത്. മെഡിക്കൽ ഉപകരണ രംഗത്ത് വിശ്വാസ്യതയുടെ പ്രതീകമായി ഇന്ന് രാജ്യമാകെ അറിയപ്പെടുന്ന സുരക്ഷാ ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം ഇച്ഛാശക്തി കൈമുതലാക്കി പോരാട്ടം തുടരുന്ന നാരീശക്തി. കിടപ്പ് രോഗികളുടെ അതിജീവനത്തിനും ചികിത്സയ്ക്കും മെച്ചപ്പെട്ട ജീവിതത്തിനും ആവശ്യമായ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം മെഡിനീഡ്സ് പടർന്നു പന്തലിക്കുന്നത് ഈ മാതൃകാ ജീവിതം പകരുന്ന വളവും വെള്ളവും നുകർന്നാണ്. അർപ്പണബോധം, വെല്ലുവിളികളെ അതിജീവിച്ച മനസ്സ്, ഒപ്പം സംരംഭകനായ പിതാവ് പകർന്ന ആത്മവിശ്വാസം എന്നിവയുടെ ഫലമായി തൻ്റെ വഴികൾ വേറിട്ടതാക്കി മാറ്റുന്ന ബിനു ഫിലിപ്പോസിന് ഊഷ്മളമായ സ്നേഹയാത്രകൾ ആശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. Hearty welcome to Miss Binu Philippos Sevana Medineeds. And here goes the Outstanding Woman Entrepreneur Award, Healthcare and Medical Products. A very big round of applause, everybody together. Let's do this. എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കാനായിട്ട് കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. Congratulations. Thank you so much, ma'am. Over to the next award, and that too is from the same Empower Her Award category. The Outstanding Woman Leader, Sustainable Real Estate and Design. So ladies and gentlemen, let me welcome Trine Sustainable Living, Miss Sarah Jacob. AV please. വർഷങ്ങളുടെ പ്രവർത്തന പരിചയവും നൂതന ചിന്തകളും തൻ്റെ ഇടങ്ങളെ വ്യത്യസ്തമാക്കി മാറ്റി മുന്നേറാൻ കരുത്ത് പകർന്ന് മാതൃക കാണിക്കുന്ന നിസ്സീമമായ ജീവിതയാത്രകളുടെ തോഴി. 20 വർഷത്തിലേറെയായി കൺസൾട്ടിംഗ്, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ സമ്പന്നമായ അനുഭവങ്ങൾ കോർത്തിണക്കി ഓരോ ചുവടിലും പൊൻപ്രഭ ചൊരിയുന്ന സൂക്ഷ്മ നിരീക്ഷക. ഹാർഡ്വാർഡ് ബിസിനസ് സ്കൂളിലെ റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം, IIM ബാംഗ്ലൂരുവിലെ ബിസിനസ് ലീഡർഷിപ്പ് പ്രോഗ്രാം എന്നിവയിലൂടെ നേടിയ ഊർജമാണ് ഈ പെൺകരുത്തിന്റെ വിപ്ലവ വീര്യം. സുസ്ഥിരത, ഡിസൈൻ, പ്രോജക്ട് ക്വാളിറ്റി, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് സാറ ജേക്കബ് വികസിപ്പിച്ചിട്ടുള്ളത്. ക്രെഡായ് വനിതാ വിംഗ് നാഷണൽ സെക്രട്ടറിയായും വ്യവസായത്തിൽ സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾക്ക് നേതൃത്വം നൽകിയും ഇന്ത്യയിലെ നിർമ്മാണ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിലും ഈ സ്ത്രീ സാന്നിധ്യം വേറിട്ട ചരിത്രം രചിച്ചുകൊണ്ടേയിരിക്കുന്നു. സാറ ജേക്കബിനെ ഹൃദയസമ്പന്നമായ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. Let's give it up for Miss Sarah Jacob, Trine Sustainable Living. Congratulations. And here we go, the best award, the Outstanding Woman Leader, Sustainable Real Estate and Design. Trine Sustainable Living and Miss Sarah, congratulations. Over to the next winner in Empower Her Award category, the Outstanding Woman Social Entrepreneur, Empowerment and Inclusion goes to Miss Jayashree Madhu from Amodini, India. A big round of applause as we welcome Miss Jayashree Madhu. സാമൂഹിക സംരംഭകത്വത്തിന്റെയും ഗ്രാമീണ ശാക്തീകരണത്തിന്റെയും മുഖഛായയായി മാറിയ സ്ത്രീരൂപം. ആമോദിനി ഗ്രൂപ്പ്സ് മാനേജിംഗ് ഡയറക്ടറും ആമോദിനി ഇൻസൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ, ആമോദിനി സിംബാബ്വെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെയും സ്ഥാപക. മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആദ്യ വിജയത്തിൽ നിന്നും ആയുർവേദ കോസ്മെറ്റിക്സിലേക്കും പിന്നീട് ആമോദിനി ഇന്ത്യ സ്ഥാപിച്ചതിലും കാഴ്ചകൾ ഓടിച്ചാൽ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളായ ജയശ്രീ മധുവിനെ പ്രചോദന സമ്പന്നമായ പശ്ചാത്തലത്തോടെ തിരിച്ചറിയാം. 2021 ആരംഭിച്ച ആമോദിനി ഇന്ത്യ ഗ്രാമീണ സ്ത്രീകളെ സംരംഭക ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നു. ഇന്ന് സിംബാബ്വെ, നമീബിയ, ഉഗാണ്ട, ടാൻസാനിയ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും സൗദി അറേബ്യ, ദുബായ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലേക്കും
ഫിൻലാൻഡ് ഉൾപ്പെടെ യൂറോപ്പിലേക്കും ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നിന്നുള്ള സ്വാദിഷ്ടവും ആധികാരികവുമായ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും ഇതിലൂടെ ഗ്രാമീണ സ്ത്രീകൾക്ക് പുതിയ സാമ്പത്തിക വഴികൾ തുറക്കപ്പെടുകയുമാണ്. സ്ത്രീകളുടെ ആരോഗ്യം മുൻനിർത്തി ജയശ്രീ ആരംഭിച്ച ബ്രിങ് ദ കപ്പ് ഹോം ക്യാമ്പയിൻ ആദിവാസി സ്ത്രീകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് എത്തിച്ച് ഇന്ന് ആഗോള പ്രസ്ഥാനമായി വ്യാപിക്കുകയാണ്. കരുണ, നവീകരണം, പ്രവർത്തനം ഇവയാണ് ജയശ്രീയുടെ നേതൃത്വത്തിന്റെ അടിസ്ഥാനം. ഗ്രാമീണ ജ്ഞാനം ശക്തിപ്പെടുത്തുമ്പോൾ അത് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസവും പ്രതിസന്ധികളെ നിറഞ്ഞ ചിരിയോടെ മറികടക്കാനുള്ള ബുദ്ധിവൈഭവവും വേറിട്ട മുഖം നൽകുന്ന ജയശ്രീ മധുവിനെ സ്വാഗതം ചെയ്യാം ഈ സാംസ്കാരിക മൂല്യത്തിന്റെ നിറവേദിയിലേക്ക്. A big round of applause to Ms. Jayashree Madhu, representing Amodini, India. Nish also will be handing over this set of awards. Congratulations. Congratulations, ma'am. Keep going. And Sebastian sir, thank you so much for being here. അദ്ദേഹം കുറച്ച് തിരക്കിനിടയിലാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് സർ. നമുക്ക് നല്ലൊരു കൈയടി കൊടുത്താലോ അദ്ദേഹത്തിന് വേണ്ടി. താങ്ക് യു സോ വെരി മച്ച് ഫോർ ബീയിങ് ഹിയർ വിത്ത് us. To the next award in Empower Her Award category, and this award is for the excellence in HVAC and air solutions, and the award goes to Transcend Air System Miss Sheba Ranjit. AV please. എയർ കണ്ടീഷൻ സൊല്യൂഷൻ രംഗത്ത് വിശ്വാസത്തിന്റെയും മികവിന്റെയും പേരായി മാറിയ ട്രാൻസ്സെൻഡ് എയർ സിസ്റ്റംസ് അമരക്കാരി. 2002 കൊച്ചിയിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തെ വിജയകരമായി മുന്നോട്ടു നയിക്കുന്ന ക്രാന്തദർശിയായ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം വഹിക്കുന്ന പെൺപൊലിമയാണ് ശ്രീമതി ഷീബ രഞ്ജിത്ത്. വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, ഇൻഡോർ എയർ ക്വാളിറ്റി തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ പ്രോജക്ട് സ്പെഷ്യലിസ്റ്റായി പ്രവർത്തിക്കുന്ന ട്രാൻസ്സെൻഡ് ഇന്ന് കേരളത്തിലെ തന്നെ മുൻനിര സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഒട്ടനവധി ദേശീയ അന്തർദേശീയ പ്രീമിയം ബ്രാൻഡുകളുടെ അംഗീകൃത വിൽപ്പനയും സർവീസും നൽകുന്ന സ്ഥാപനമാണ് ട്രാൻസ്സെൻഡ്. ഉപഭോക്തൃ സൗഹൃദവും സുതാര്യവുമായ വ്യവസായ നിലപാടുകളും നയിക്കുന്ന വിശ്വാസവുമാണ് ഷീബ രഞ്ജിത്തിലൂടെ സ്ഥാപനത്തെ കുതിക്കാൻ അനുനിമിഷം പ്രാപ്തമാക്കുന്നത്. റെസിഡൻഷ്യൽ കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, മാരേജ് ഹാളുകൾ തുടങ്ങി സർവ്വമേഖലകളിലും മികച്ച ഗുണമേന്മയും സമയബന്ധിത സേവനവുമാണ് വേരുകൾ ഉറപ്പിക്കാൻ സ്ഥാപനത്തെ സഹായിക്കുന്നത്. കേരളത്തിൽ എയർ കണ്ടീഷൻ രംഗത്ത് ശക്തമായ വനിതാ സംരംഭകയായി വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറാൻ അഹോരാത്രം കഠിനാധ്വാനവും ഇച്ഛാശക്തിയും ചേർത്ത് പിടിക്കുന്ന ഷീബ രഞ്ജിത്തിനെ ഹൃദയപൂർവ്വം ആദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. Wow, what an achievement! Once again, congratulations to Ms. Sheba Ranjit. Let's give it up for Transcend Air System, Ms. Sheba Ranjit. Everybody together. Over to the next winner in this category, and this award goes to Excellence in Sustainable Manufacturing and Horticulture, and the award goes to Agro Brothers Coir Company, Miss Anu Paul. So I think she's not here, so we are moving on to the next award. We'll be welcoming Miss Anu Paul after a short while. Over to the next award, and this award specially goes to Emerging Woman Entrepreneur, Manufacturing and Export, and the award goes to DQT Shirt, Miss Shelsia Nahas Khalid. A very big round of applause, everybody. വസ്ത്രനിർമ്മാണ വിപണന രംഗത്ത് പുതുതേരോട്ടത്തിനായി തയ്യാറെടുക്കുന്ന യുവ സംരംഭക. 2008 സ്ഥാപിതമായ വെഡ്ക്രസ്റ്റ് വെഞ്ചുഴ്സ് എന്ന സ്ഥാപനം ലോകവിപണിയിൽ പര്യായമില്ലാത്ത നാമമായി തുടരുമ്പോഴും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും സേവന മുഖമുദ്രയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ ഉതകുന്ന ലൈഫ് സ്റ്റൈൽ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ് സെൽഷ്യ ഖാലിദ്. ലൈഫ് സ്റ്റൈൽ മേഖലയിൽ പുതുമകൾക്കൊപ്പം സഞ്ചരിക്കുന്നതിനൊപ്പം ഇ കൊമേഴ്സ് രംഗത്ത് പുത്തൻ ഉണർവുകൾ സമ്മാനിച്ച ജൈത്രയാത്ര ആരംഭിച്ച DQ ബ്രാഞ്ച് സെൽഷ്യ ഖാലിദിന്റെ കഠിനാധ്വാനം വിളിച്ചോതുന്നു.
ഉയർന്ന ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് പാരമ്പര്യമുള്ള മാതൃസ്ഥാപനത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് DQ ബ്രാൻഡ് ലൈഫ് സ്റ്റൈൽ രംഗത്ത് മാറ്റുരയ്ക്കാൻ സജ്ജമായിരിക്കുന്നത്. ട്രെൻഡിംഗ് ടീഷർട്ടുകളുടെ വിൽപ്പനയ്ക്കൊപ്പം പ്രീമിയം സൺഗ്ലാസുകൾ, മറ്റ് ആക്സസറീസ് എന്നിവ DQ ബ്രാൻഡിൽ വിപണിയിലെത്തും. കാലത്തിനൊപ്പം യാത്ര ചെയ്യാൻ നൂതന ചിന്തകളും ആശയങ്ങളും വികസിപ്പിച്ചുകൊണ്ട് ലോക നിലവാരത്തോടെ വിപണി കീഴടക്കാൻ തയ്യാറെടുക്കുന്ന DQ ബ്രാൻഡിനും മാതൃസ്ഥാപനമായ വെഡ്ക്രസ്റ്റ് വെഞ്ചേഴ്സിനും കൂടുതൽ വിജയയാത്രകൾ ആശംസിക്കുന്നതിനൊപ്പം സ്വാഗതം ചെയ്യാം DQ ബ്രാൻഡ് ശില്പി സെൽഷ്യ ഖാലിദിനെ ഈ സായാഹ്നത്തിൽ ഏറെ ആദരവോടെ. Congratulations, and let's give it up to DQ T-shirt Weightcrest Ventures, Miss Shelsia Nahas Khalid on this great achievement. Keep up doing this great work. Moving on to the next award, and this award is for the excellence in manufacture of engineering plastics, and the award goes to Omega Plastics, Miss Shalini SS. അർപ്പണബോധവും കഠിനാധ്വാനവും വജ്രായുധങ്ങളാക്കി തന്റെ ജീവിതയാത്രകളാൽ മാതൃക തീർക്കുന്ന പെൺമനസ്സിനുടമ തന്റെ പിതാവ് ആരംഭിച്ച സംരംഭത്തിന് വളവും വെള്ളവും നൽകി ശക്തിപ്പെടുത്തുന്നതിനായാണ് ശാലിനി വ്യാവസായിക ലോകത്തേക്ക് ചുവടുവച്ചത്. പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് രംഗത്ത് മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന തലസ്ഥാന നഗരിയിലെ കഴക്കൂട്ടം ഒമേഗ പ്ലാസ്റ്റിക്സ് ഇന്ന് കേരളത്തിലെ വ്യാവസായിക വാണിജ്യ ഇടങ്ങളിൽ നാമം ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളും വ്യത്യസ്ത അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ച് ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഉൽപ്പന്നങ്ങളാണ് ഒമേഗ പ്ലാസ്റ്റിക്സിനെ വിപണിയിൽ ശ്രദ്ധേയമാക്കുന്നത്. ബിസിനസ് വിജയിപ്പിക്കുന്നതിനൊപ്പം അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് അനവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി മാറുന്ന തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് വ്യക്തമായ സാമൂഹ്യബോധം കാത്തുസൂക്ഷിക്കുന്ന പുതിയ കാലത്തിൻ്റെ പെൺ സംരംഭകയായ ശാലിനിയെ വിശാലമായ രാജവീഥികൾ ഒരുക്കി സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, a big loud round of applause to Miss Shalini SS and Omega Plastics for this wonderful achievement. Congratulations once again, Shalini ma'am. Over to the last award in this category of Empower Her Award, and this award is for the outstanding woman leader in insurance, and this award goes to LIC of India, Miss Sunila Kumari. Let's give it up, everybody. ജീവിത ഭദ്രത അനിവാര്യമായ കാലത്ത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ തുടർച്ചയായ വിജയങ്ങൾ മാത്രം രചിച്ച മാന്ത്രിക സാന്നിധ്യം. 1.5 പതിറ്റാണ്ട് പിന്നിടുന്ന തൊഴിൽ മേഖലയിൽ കഠിനാധ്വാനവും മികവാർന്ന ഇടപെടലുകളും കൊണ്ട് ഉന്നത സ്ഥാനങ്ങൾ നേടിയെടുത്ത സുനിലകുമാരി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് ഇൻഷുറൻസ് അഡ്വൈസറാണ്. MDRTയുടെ ഏറ്റവും ഉയർന്ന സ്ഥാപനമായ ടോപ്പ് ഓഫ് ദി ടേബിൾ സ്ഥാനത്ത് തുടർച്ചയായി 5 വർഷമായി നിലനിർത്തിയ സൗത്ത് ഇന്ത്യയിലെ ഏക വനിത എന്ന ബഹുമതിയും ഈ സ്ത്രീരത്നത്തിന് സ്വന്തം. LIC ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത ക്ലബ്ബായ എലൈറ്റ് ക്ലബിൽ 3 വർഷമായി തുടരുന്ന കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി എന്ന നിലയിലും സുനിലകുമാരി വേറിട്ട ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു. അർപ്പണബോധവും നേതൃഗുണവും കൈമുതലാക്കി ഒട്ടനവധി പെൺഹൃദയങ്ങൾക്ക് പ്രചോദനമായി മാറിയ ഈ ധീരവനിതയെ നിറഞ്ഞ സ്നേഹത്തോടെയും ആദരവുകളോടെയും സ്വാഗതം ചെയ്യാം. Once again, hearty congratulations to Miss Sunila Kumari, LIC of India, for achieving this outstanding woman leader in insurance. Congratulations once again. Thank you so much. This award is in the category of Empower Her Award, and this award is for the excellence in sustainable manufacturing and horticulture, and the award goes to Agro Brothers Coir Company, Miss Anu Paul. A hearty welcome to Miss Anu Paul. പരിസ്ഥിതി സൗഹൃദമെന്ന വാക്കിനെ എക്കാലവും ചേർത്ത് പിടിച്ച ആഗ്രോ ബ്രദേഴ്സ് സ്ക്വയർ കമ്പനിയെ പുതിയുഗ വ്യാപാര മേഖലയിലൂടെ നയിക്കുന്ന നാരീശക്തി. 1996 ജോൺ പോൾ എന്ന വ്യക്തി ഏറെ സ്വപ്നങ്ങൾ കോർത്തിണക്കി പടുത്തുയർത്തിയ സ്ഥാപനം
കൊയർ വ്യവസായത്തിൽ ഇന്നും മുൻനിരയിൽ തുടരുന്നു. വ്യാവസായിക താൽപ്പര്യങ്ങൾക്കൊപ്പം പ്രകൃതിക്ക് ഹാനികരമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സ്ഥാപനം ശീലിച്ച യാത്രകളിൽ ഇന്ന് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് അനൂപോളും വിട്ടുവീഴ്ചകളില്ലാതെ ജൈത്രയാത്ര തുടരുകയാണ്. കൊയർ വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച് മുന്നേറാൻ ആഗ്രോ ബ്രദേഴ്സ് കൊയർ കമ്പനി രാപ്പകൽ വ്യത്യാസമില്ലാതെ അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവയ്ക്കുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖ നിർമ്മാണ കയറ്റുമതി ഗ്രൂപ്പുകളിലൊന്നായ ആഗ്രോ ബ്രദേഴ്സ് ഇന്ന് അനൂപോൾ എന്ന പെൺകരുത്തിന്റെ കൈപിടിച്ചാണ് യാത്ര തുടരുന്നത്. പരിസ്ഥിതി സൗഹൃദവും നവീനവുമായ നിരവധി ഉൽപ്പന്നങ്ങളിലൂടെ ആഗ്രോ ബ്രദേഴ്സ് സ്ക്വയർ കമ്പനി ഇന്ന് ലോകവിപണിയിൽ സ്ഥിര സാന്നിധ്യമായി തുടരുന്നതിനൊപ്പം കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ ശൃംഖല അന്താരാഷ്ട്ര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉറപ്പുവരുത്തുന്നു. ലോകവ്യാപകമായി വിശ്വാസം നേടി മുന്നേറുന്ന ആഗ്രോ ബ്രദേഴ്സ് സ്ക്വയർ കമ്പനിക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നതിനൊപ്പം സ്വാഗതം ചെയ്യാം കമ്പനി മാനേജിംഗ് ഡയറക്ടർ അനൂപോളിനെ ഈ ആശയസമ്പന്നതകളുടെ വേദിയിലേക്ക്. Once again, congratulations to Ms. Anu Paul and Agro Brothers Coir Company. Let's give it up. Ma'am, we would love you to be here for just few more minutes. നേരത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് അദ്ദേഹത്തിന് പോകാൻ കുറച്ച് ധൃതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മുടെ അവാർഡീസൊക്കെ നമ്മൾ സംസാരിക്കാൻ സമയം കൊടുക്കുന്നത്. മാം പ്ലീസ് എക്സ്ക്യൂസ് മീ മാം എന്തായാലും ഈ ഒരു അവാർഡ് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മളുമായിട്ട് പങ്കുവെക്കാനായിട്ട് വി ആർ ഓൾ വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം യു. ഓവർ ടു യു മാം പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ അനു പോൾ, ആഗ്രോ ബ്രദേഴ്സ് സ്ക്വയർ കമ്പനി ഒരു സോയിൽ സബ്സ്ട്രേറ്റ്സ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഗ്രീൻ ഹൗസ് സപ്ലൈയും പിന്നെ അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോഡക്ട്സുമാണ് നമ്മുടെ. അത് എൻ്റെ ഹസ്ബൻഡ് ജോൺ പോൾ 1996 തുടങ്ങിയതാണ്. 2020 പുള്ളി മരിച്ചു. അതിനുശേഷം ഞാനത് ടേക്കപ്പ് ചെയ്തു. ദൈവം അനുഗ്രഹിച്ച് നല്ലതിന് പോകുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് മാം. ആൻഡ് വൺസ് അഗെയിൻ നേരത്തെ എംപവർ ഹെർ അവാർഡ് കാറ്റഗറി നമ്മൾ തുടങ്ങിയത് തന്നെ സേവന മെഡി നീഡ്സിൻ്റെ മിസ് ബിനു ഫിലിപ്പോസ് മാമിൽ നിന്നുമാണ്. സോ തീർച്ചയായിട്ടും മാമും നമ്മുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കണം പ്ലീസ്. വൺസ് അഗെയിൻ വെൽക്കമിങ് മിസ് ബിനു ഫിലിപ്പോസ് ഫ്രം സേവന മെഡി നീഡ്സ്. നല്ലൊരു കൈഡി കൊടുക്കാട്ടോ, ബിക്കോസ് they are here to share their experience, their journey, how they are here with us tonight. Thank you. First of all, thank you Asianet for honoring me with this award. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 22ാമത്തെ വയസ്സിൽ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആളാണ്. സ്ട്രേറ്റ് അവേ ഫ്രം ദ കോളേജ്. അന്ന് ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായ യൂറിൻ മാനേജ്മെൻറ്റിന് വേണ്ടി കിടപ്പായ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന ഒരു കത്തീറ്റർ ഉണ്ടാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. അന്ന് ഈ ഇൻഡസ്ട്രി സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമോയെന്ന് പോലും എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് എനിക്ക് ഈ കമ്പനിയെ മാറ്റാൻ പറ്റി. അതിന് ശരിക്കും എൻ്റെ മെൻറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറാണ്. ഞാൻ ഇതിൽ വരുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നെല്ലാം എൻ്റെ ഫാദർ പറഞ്ഞിരുന്ന ഒരു ഉപദേശമുണ്ട്, തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിന് മേലെ തോണി വയ്ക്കുക. അതാണ് എന്നെ എല്ലാ പ്രതിസന്ധികളിലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ചത്. Thank you so much ma'am. Over to the next person from Trine Sustainable Living with lots of love. We are welcoming Miss Sarah Jacob once again to join us on the stage. Please. Good evening, everybody. First of all, thank you, Asianet, for recognizing and honoring women across the industry, and especially in Kerala. Thank you so much to all of you. I personally think that I want to thank my dad because he put me into a platform where I could thrive. I love what I do. And as a young entrepreneur and as a young real estate developer, we kind of look into sustainability as a very serious factor, because for every construction that we do, we want to make sure that we do everything that's right for the environment, and that's some of our core values and ethics.
that's about it. But thank you so much, Asianet, and thank you for all the support and honor. Thank you so much, Ms. Sarah Jacob, ma'am. And ഇനി കുറച്ച് കൂടുതൽ സ്നേഹത്തോടെ വിളിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ. പക്ഷേ കുറച്ച് ദിവസം മുന്നാണ് മാമിനെ നമ്മൾ കാണുന്നതും ആമോദിനി ഇന്ത്യയുടെ ലോഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു. വി മെറ്റ് ആൻഡ് വി ഹാഡ് എ വെരി വണ്ടർഫുൾ ടീം ഓവർ ദെയർ, ആമോദിനി ഇന്ത്യ സിംബാബ്വെ പ്രൈവറ്റ് ലിമിറ്റഡ്. ആൻഡ് സോ വിത്ത് ലോട്ട്സ് ഓഫ് ലവ് വെൽക്കമിംഗ് മിസ് ജയശ്രീ മധു ഫ്രം ആമോദിനി ഇന്ത്യ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഏഷ്യാനെറ്റ് ആൻഡ് ACV ഫോർ ദിസ് അവാർഡ്. എനിക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അംഗീകാരം ഒരുപാട് ആമോദിനിമാർക്കുള്ള ഒരു പ്രചോദനമാണ്. ആമോദിനി എന്ന വാക്കിൻ്റെ അർത്ഥം ഹാപ്പി വുമൺ, സന്തോഷവതിയായ സ്ത്രീ എന്നാണ്. ആമോദിനി ഇന്ത്യ എന്ന പ്രോജക്റ്റ് ആമോദിനി ഇൻസൈറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കീഴിൽ 2021 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് റൂറൽ ഏരിയയിലുള്ള സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു ആമോദിനി ഇന്ത്യ. റൂറൽ ഏരിയയിലുള്ള സാധാരണ സ്ത്രീകളുടെ കഴിവിനെ, അവരുടെ ടാലൻറ്റിനെ ഒരു ബൈ പ്രോഡക്റ്റ് ആക്കുകയും ആ ബൈ പ്രോഡക്റ്റിന് വാല്യൂ അഡീഷൻ കൊടുത്ത് അതിനെ മെയിൻ സ്ട്രീം മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയുമാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെ ആമോദിനി ഇന്ത്യക്ക് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടി. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു സപ്പോർട്ട് സുരേഷ് ഗോപി സാറിൻ്റെയാണ്. സാറ് തന്ന ഒരു വലിയ പ്രചോദനം ഇന്ന് ആമോദിനിയെ ഏകദേശം 8 രാജ്യങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ആമോദിനി സിംബാബ്വെ, സൗദി, ഉഗാണ്ട, താൻസാനിയ, നമീബിയ, ദെൻ ഇനി ഫിൻലാൻഡിലേക്കും ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഒത്തിരി സ്ത്രീകൾക്ക് പ്രചോദനമാണ് ഇന്ന് എനിക്ക് കിട്ടിയ ഈ ഒരു അവാർഡ്. എല്ലാ ആമോദിനിമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു. താങ്ക് യു. Thank you so very much, ma'am. Over to the next winner, the next award winner, and that is from Transcend Air System, Miss Sheba Ranjit. Good evening, everybody. Thank you, Asianet. 2002 ട്രാൻസെൻഡ് എയർ സിസ്റ്റം എന്ന എൻ്റെ എയർ കണ്ടീഷനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി വുമൻസ് എൻ്റർപ്രനർ ഇല്ലാത്ത ഒരു ഫീൽഡാണ്. ഇന്നും ഇല്ല. കാരണം സ്വന്തമായിട്ട് ഒരു വുമണും എൻ്റെ അറിവിലും നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യയിൽ തന്നെ ഇല്ലാത്തൊരു ഫീൽഡാണ് എയർ കണ്ടീഷനിങ് ഫീൽഡ്. ഹസ്ബൻഡൊക്കെ തുടങ്ങിയിട്ട് വൈഫ് പാർട്ട്ണറൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ സ്വന്തമായിട്ട്. അപ്പം എൻ്റെ എല്ലാ കസ്റ്റമേഴ്സും ലേഡീസ് അല്ല, 99.9% മെന്നാണ്. അപ്പം ഞാനിങ്ങനെ ഒരു എയർ കണ്ടീഷൻ രംഗമായിട്ട് വന്നു കഴിഞ്ഞപ്പം പ്രത്യേകിച്ച് വലിയ വലിയ പ്രൊജക്റ്റ് ചെയ്യുമ്പം സംസാരിക്കാൻ പോകുമ്പം എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, ലേഡീസ് ഇതിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ടാകും, ഇവർക്ക് ബോധവും വിവരവും വല്ലതും ഉണ്ടോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാനും ആദ്യമൊക്കെ മിണ്ടാണ്ടിരിക്കും. പക്ഷേ ടെക്നിക്കിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ ദേ ആർ വെരി ഹാപ്പി. അപ്പം നമ്മൾക്ക് ഈസി ആയിട്ട് ഓർഡർ കിട്ടും. ഇപ്പം ഞങ്ങൾ 23 വർഷം കഴിഞ്ഞു. വളരെ സക്സസ് ആയിട്ട് 5 ബ്രാഞ്ചുമായിട്ട് കേരളത്തിൽ എല്ലാ സ്ഥലത്തും വലിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഞങ്ങളുടെ സ്റ്റാഫ് എന്നോടൊപ്പം തന്നെ നന്നായിട്ട് സഹകരിക്കുന്നു. ഈ അവാർഡ് എന്നോടൊപ്പം തന്നെ അവർക്കുമുള്ളതാണ്. അതേപോലെ ഏഷ്യാനെറ്റിന് പ്രത്യേകമായിട്ട് നന്ദി എന്നെ പരിഗണിച്ചതിൽ. താങ്ക് യു ഏഷ്യാനെറ്റ്. Thank you so much, ma'am. Moving on, let me welcome Miss Shelsia Nahad Khalid. Miss Shelsia Nahad Khalid, she was a very young entrepreneur, I should say that, and it's very difficult for someone to be doing this at this age. So welcoming Miss Shelsia Nahad, Waitress Ventures DQ T-shirt. Over to you, ma'am. Hi, everyone. Hi, can I get a bigger response, guys? All right. Good evening, everyone. I feel super honored. I haven't received an award ever since I joined business, which wasn't a long time ago. It was very recently that I came into this. അപ്പോൾ എന്നെ ഇതിൽ ട്രസ്റ്റ് ചെയ്ത my team, my biggest support system, I couldn't have done this without you. So can we give them a huge round of applause? All right, my company is Waitress Ventures, under which my brand DQ is under construction. ഞാൻ കുറച്ച് ടെൻഷനിലാണ്, പക്ഷേ I guess, yeah. So yeah, this is the brand that we're working on. ഇപ്പം എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഈ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ ഇനി എന്ത് ചെയ്യാം,
That is the first thought that crosses my mind. And no matter what I do, like when I go about my life, like every day, I look at opportunities on how the brand can be developed. And I feel like that is the first mindset shift that has happened in me ever since taking this up. So once again, thank you so much, IQ Ventures. Thank you so much, Asianet. Thank you so much to every single one of you. One thing that I also have realized since doing this full time is you are the average of the 5 people that you hang out with or that you spend the most time with. So the more time you put with people that you want to be like, the sooner you will be one of them. So that is the motto that is making me go forward with this. And I cannot wait for you guys to see DQ for what it will be in the near future. So thank you so much, everyone. Have a wonderful evening. Thank you so very much, ma'am. Over to the next qualifier, the next winner. Welcoming Miss Shalini SS from Omega Plastics. 2008 എൻ്റെ അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ഒമേഗ പ്ലാസ്റ്റിക്സ്. അച്ഛൻ്റെ ഏറ്റവും നിർബന്ധമായിരുന്നു എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് മാത്രം പ്രൊഡക്ഷൻ എടുത്താൽ മതി എന്നുള്ളത്. ഇന്ന് ഈ അവാർഡ് കിട്ടുമ്പോൾ ഏറ്റവും താങ്ക്ഫുൾ എൻ്റെ അച്ഛനോട് തന്നെയാണ്. താങ്ക് യു ഏഷ്യനെറ്റ് ഫോർ ദിസ് അവാർഡ്. Thank you so much, ma'am. And you Empower Her Award last category. The Outstanding Woman Leader in Insurance was acquired by LIC of India, Miss Sunila Kumari. എൻ്റെ പേര് സുനില. ഞാൻ LICയിൽ വന്നിട്ട് 15 വർഷമായി. ആദ്യമായിട്ടാണ് ഏഷ്യാനെറ്റിൻ്റെ ഇത്രയും വലിയൊരു അവാർഡ്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു അവാർഡ് എനിക്ക് കിട്ടുന്നത്. ഇത്രയും സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കൂടെ നിന്ന്. താങ്ക് യു ഏഷ്യാനെറ്റ്. പിന്നെ ഒരു വീട്ടമ്മയായിരുന്നു. വീട്ടമ്മയിൽ നിന്നാണ് ഞാൻ LIC ഏജൻസി എടുത്തത്. ഇപ്പം 15 വർഷമായി. കഴിഞ്ഞ കണ്ടിന്യൂസ് 6 വർഷമായിട്ട് കേരളത്തിൽ നമ്പർ 1 ആണ്. LICയുടെ ഏറ്റവും ഉയർന്നൊരു ക്ലബ്ബായ LA ക്ലബ്ബിൽ കേരളത്തിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമേ ഇതുവരെയും വന്നിട്ടുള്ളൂ. ആ LIC BMW കാർ LICയുടെ ആയിട്ട് എനിക്ക് മാത്രമാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം. അപ്പം ഇതിന് എൻ്റെ ഒരു അവാർഡ് ഞാൻ സമർപ്പിക്കുന്നത് എൻ്റെ കസ്റ്റമേഴ്സിനാണ്. കാരണം എൻ്റെ കസ്റ്റമറാണ് എൻ്റെ എല്ലാം. ഈ ഒരു അവാർഡ് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് നല്ലതായിട്ടുണ്ട്. ഒരിക്കലും ഒരു ലേഡി ഒറ്റയ്ക്ക് ഒരു ഫീൽഡിലും വിജയിക്കാൻ പറ്റില്ല. എപ്പോഴും നമുക്കൊപ്പം നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് കൂടി ഉണ്ട്. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ വെരി മച്ച് മാം. അപ്പോൾ ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. To all my dear people, ladies and gentlemen, boys and girls, everybody, we are moving on to the next set of award. അപ്പോൾ വീണ്ടും ഒഫീഷ്യൽസ് ഇവിടെ കുറച്ച് നേരം നിൽക്കുന്നു. പക്ഷേ ഐ തിങ്ക് നൗ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു ഹാൻഡ് ഓവർ ദ നെക്സ്റ്റ് prominent set of awards, and we are now moving on to IQ Ventures Asianet ACV Power and Partnership Award 2025 Business Couple Award. And to begin with, we have the Outstanding Business Couple Power and Electrical Manufacturing, and this award goes to Resitech Electricals, Mr. K.S. Balachandran and Mrs. Lekha Balachandran. K.S. Balachandran, Lekha Balachandran. ഹെവി ഇലക്ട്രിക്കൽസ് ഉപകരണ നിർമ്മാണ മേഖലയിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യം. പൊതുവെ സംരംഭകർ കൈവയ്ക്കാൻ മടിക്കുന്ന ഹെവി ഇലക്ട്രിക്കൽസ് രംഗത്തെത്തി വിജയക്കൊടി പാറിച്ച സ്ത്രീ സംരംഭക ലേഖ ബാലചന്ദ്രൻ നേതൃത്വം നൽകുന്ന റസിടെക്കിന്റെ വിജയം ലേഖയുടെ അശ്രാന്ത പരിശ്രമത്തിന്റെയും ഒഴുക്കിനെതിരെ നീന്താൻ കാണിച്ച മനസാന്നിധ്യത്തിന്റെയും ഫലമാണ്. 1989 കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ബിടെക് പഠനം പൂർത്തീകരിച്ച ലേഖ ഹെവി ഇലക്ട്രിക്കൽ രംഗത്ത് സജീവ സാന്നിധ്യമായി മാറിയിട്ട് 3.5 പതിറ്റാണ്ടോടടുക്കുന്നു. വിജയക്കൊടി പാറിച്ചുകൊണ്ട് യാത്ര തുടരുന്ന റസിടെക് ഇലക്ട്രിക്കൽസ് 11 kV ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമേഴ്സും HT പാനലുകളും നിർമ്മിച്ച പ്രമുഖ സ്ഥാപനമാണ്. KSEB, PWD, CPWD, റെയിൽവേസ്, പവർ ഗ്രിഡ്, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് തുടങ്ങി സർക്കാർ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും കേരളം, കർണാടക എന്നിവിടങ്ങളിലെ പ്രമുഖ ബിൽഡർമാർക്കും MIT USA, കാനഡ എന്നിവിടങ്ങളിലേക്കും റസിടെക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു. ലേഖ ബാലചന്ദ്രനൊപ്പം ഭർത്താവും ഡയറക്ടറായി റസിടെക്കിന്റെ വളർച്ചയ്ക്കും വിജയത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയാണ്. ഈ ദമ്പതികൾ വ്യാവസായിക മേഖലയിൽ എന്ന പോലെ തന്നെ സാംസ്കാരിക ഇടങ്ങളിലും സജീവമായി തങ്ങളുടെ മുദ്രകൾ ചാർത്തിക്കൊണ്ടേയിരിക്കുകയാണ്.
റസിടെക് എന്ന സ്ഥാപനത്തിന്റെ തുടർന്നുള്ള വളർച്ചയ്ക്ക് ആശംസകൾ നേരുന്നതിനൊപ്പം സ്വാഗതം ചെയ്യാം മാതൃകാ ദമ്പതികളായ KS ബാലചന്ദ്രൻ, ലേഖ ബാലചന്ദ്രൻ എന്നിവരെ ഏറെ ഊഷ്മളമായ ഈ വേദിയിലേക്ക്. Let's give it up and welcome Mr. KS Balachandran and Mrs. Lekha Balachandran for Resitech Electricals, the Outstanding Business Couple Award, Power in Electrical Manufacturing. Over to you, ma'am, please. ഏഷ്യനെറ്റിന് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു അവാർഡ് തന്നതിൽ. സെബാസ്റ്റ്യൻ പോൾ സാറ് പറഞ്ഞ മാതിരി അവാർഡ്സ് എപ്പോഴും ഒരു അംഗീകാരം തന്നെയാണ്. അത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനം തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഏഷ്യനെറ്റ്. ബാലചന്ദ്രന് ഇന്ന് ചില തിരക്കുകൾ മൂലം എത്താൻ സാധിച്ചില്ല. അതിന് ഞാൻ സോറി പറയുന്നു. അദ്ദേഹത്തിൻ്റെ നന്ദിയും അറിയിക്കുന്നു. ഞാൻ ബിസിനസ്സിൽ വന്നിട്ട് ഏകദേശം 36 വർഷം കഴിഞ്ഞു. ഷീബ പറഞ്ഞത് മാതിരി ഈ ഫീൽഡിൽ അധികം സ്ത്രീകളില്ല. കേരളത്തിലൊട്ടും വേറെ ആരും തന്നെ ഇല്ല. ഇന്ത്യയിലും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ, ഇലക്ട്രിക്കൽ ഫീൽഡിൽ വേറെയുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ ഒരു പക്ഷേ ഏക വനിത ഞാനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ കുറച്ച് വർഷം മുമ്പ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സിൽ ഒരു മാം ഉണ്ടായിരുന്നു, കാപ്പ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എനിക്ക് ഞങ്ങളുടെ അസോസിയേഷനിലൊന്നും ഇതുവരെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു സന്തോഷം തരുന്നതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സ്ത്രീകൾ കൂടുതൽ വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇവിടെ മുമ്പ് സ്പോൺസർ സംസാരിച്ച മാതിരി വിമൻ ഓൺടർപ്രണർ എന്നറിയാൻ എനിക്കെന്നല്ല പലർക്കും അങ്ങനെ ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. കാരണം ഞങ്ങളും ഓൺടർപ്രണേഴ്സാണ്. വിമൻ ആയതുകൊണ്ട് മാത്രം ഒരു പ്രത്യേകത വർക്കിലായാലും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓഫ് കോഴ്സ് ഞാനല്ല ചെയ്യുന്നത്, ഹസ്ബൻഡാണ്. സ്റ്റിൽ ഒരു സപ്ലയറുടെ അടുത്ത് പോകുമ്പോഴോ വേറെ എന്തിനെങ്കിലും ഒരു ഒഫീഷ്യൽ എൻഗേജ്മെൻറ്റിന് പോകുമ്പോഴോ വർക്കേഴ്സിൻ്റെ അടുത്തോ ഇൻട്രാക്ട് ചെയ്യുമ്പോഴോ ഒരിക്കലും വർക്ക് ചെയ്യുമ്പോഴോ എനിക്ക് ഒരിക്കലും ഒരു ഡിഫറൻസിയേഷൻ തോന്നിയിട്ടില്ല ഒരു സ്ത്രീ എന്നുള്ളത്. ഒരാളുടെ അടുത്തു നിന്നും അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷനോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ഓൺടർപ്രണർ എന്ന് കേൾക്കാൻ തന്നെയാണ്. പക്ഷേ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് അഡീഷണൽ ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട് വിമൻ ഓൺടർപ്രണർ ആയതുകൊണ്ട് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. താങ്ക് യു സോ മച്ച്. Thank you so much, ma'am. So ladies and gentlemen, we are moving on to the next award in this category, and Outstanding Business Couple. Yeah, please. തീർച്ചയായിട്ടും നിഷാദിൻ്റെ ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഹീസ് ലൈക്ക് മൈ ബ്രദർ, യങ്ങർ ബ്രദർ. ഞങ്ങളുടെ ഫാമിലിയായിട്ട് വളരെ അസോസിയേറ്റഡ് ആണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. Thank you, ma'am. That was so sweet. Moving on to the next award. And ഈ അവാർഡ് വിളിക്കുമ്പോൾ ഐ തിങ്ക് ഐ എം ലിറ്റിൽ ഹാപ്പി ബിക്കോസ് നമ്മൾ ബിസിനസ് കപ്പിളിൻ്റെ ഇടയിലുള്ള ഒരു സെലിബ്രിറ്റി കപ്പിൾ എന്ന് തന്നെ പറയേണ്ടി വരും ഇവരെ. ഐ തിങ്ക് മെനി ഓഫ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് whom am I talking about. So ladies and gentlemen, the outstanding business couple in the field of textile and design goes to Milan Design, Mr. Regimon and Mrs. Shirley Regimon. കേരളത്തിലെ പ്രമുഖ ഫാഷൻ ഹൗസുകളിലൊന്നായ മിലാൻ ഡിസൈൻ സ്ഥാപകർ, പാരമ്പര്യവും ആധുനിക സൗന്ദര്യ ശൈലിയും സമന്വയിപ്പിക്കുന്ന എത്നിക് ബ്രൈഡൽ ശേഖരങ്ങളിലൂടെ പ്രസിദ്ധമായ മിലാൻ ഡിസൈൻസ് ശില്പികളായ ഈ ദമ്പതികൾ കുടുംബ വ്യാപാരങ്ങളായ ടെക്സ്റ്റൈൽസ്, മെഡിക്കൽസ്, പ്രൊവിഷൻ, ഫുഡ്വെയർ തുടങ്ങിയവയുടെ വൈവിധ്യ ലോകത്തിലൂടെ സഞ്ചരിച്ചാണ് ഇന്നിൻ്റെ യാത്രകളിലേക്ക് എത്തിയത്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കുള്ള യാത്രകളും തുണിത്തരങ്ങൾ പരിചയപ്പെടലും ശേഖരിക്കലും ഫാഷൻ പഠനങ്ങളും കേരളത്തിൽ പുത്തൻ ആശയങ്ങളുടെ സംഗമത്തോടെ ഫാഷൻ രംഗത്ത് പുതുചരിത്രം കുറിക്കാൻ വഴിയൊരുക്കി. കേരളത്തിൽ ഡിസൈനിങ്ങിൻ്റെ ആശയം ആദ്യമായി പരിചയപ്പെടുത്തിയത് മിലാൻ ഡിസൈൻ ആയിരുന്നു. സംസ്ഥാനത്തെ ഫാഷൻ മേഖലയിൽ ബോധവൽക്കരണവും 300-ലധികം ബോട്ടിക്കുകളുമായി സഹകരിക്കലും അവരുടെ സംഭാവനകളാണ്. 2010 കൊച്ചിയിൽ മിലാൻ ഡിസൈൻ ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. ബ്രൈഡൽ സാരികൾ, ലഹങ്കകൾ, സൽവാർ സെറ്റുകൾ എന്നിവയും
ഇന്ന് ട്രെൻഡാകുന്ന മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റും ഇവിടെയാണ് ആദ്യമായി അവതരിപ്പിച്ചത്. ഇന്ന് 2025 കൊച്ചിയിലെ 4 പ്രധാന ശാഖകളും കൂടാതെ കൂത്താട്ടുകുളത്തുൾപ്പെടെ 5 ഷോറൂമുകൾ, 400-ലധികം ജീവനക്കാർ, തലമുറകളെ ബന്ധിപ്പിക്കുന്ന ആയിരക്കണക്കിന് ഉപഭോക്താക്കൾ. ഇവയാണ് മിലാൻ ഡിസൈൻ കരുത്ത്. ഒപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സമയോചിതമായ സേവനങ്ങൾ നൽകുന്നതും ഈ ദമ്പതികളുടെ പ്രത്യേകതയാണ്. ആശയസമ്പന്നതകൾ ചുറ്റുപാടുകൾക്ക് വേണ്ടി തുറന്നിടാൻ ദാമ്പത്യത്തിനൊപ്പം സമയം കണ്ടെത്തി വിജയക്കുതിപ്പ് സാധ്യമാക്കിയ റെജിമോൻ ഷെർലി ദമ്പതികളെ സ്വാഗതം ചെയ്യാം. കരുത്തുകൾക്കും മനസ്സാന്നിധ്യങ്ങൾക്കും സാക്ഷിയാകുന്ന ഈ സായാഹ്ന വേദിയിലേക്ക്. Congratulations once again, Milan Design, Mr. Regimon and Mrs. Shirley Regimon. A big round of applause to the entire team of Milan Design. Congratulations, and we'd love to hear from you. Good evening to all of you. First of all, thank you. Very big thanks to Asianet and ACV. Mr. Sadishan വരുമ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ഇന്നൊരു ഫംഗ്ഷൻ ഉള്ളതാണ്. പക്ഷേ എന്നാൽ ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞപ്പം ഐ കനോട്ട് ഡിനൈ. സോ ഞങ്ങളിവിടെ എത്തിയത് അങ്ങനെ ഒരു അവാർഡ്, എന്ത് ചെറിയ അവാർഡാണെങ്കിലും അത് തരുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മളെ സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞ പോലെ അതിനെ ഒരു സന്തോഷമാണ്, ഒരു ഇരട്ടി മധുരം. ഒരു ദിവസം ഹാർഡ് വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ഒരു അവാർഡ് കിട്ടുന്ന ദിവസം ഉണ്ടെങ്കിൽ എത്ര നേരത്തെ ആണെങ്കിലും നമ്മൾ ഇറങ്ങി അതിന് പോവും. അങ്ങനെ ഞങ്ങളുടെ ഈ യാത്ര തുടരുകയാണ്. ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 1991 സ്റ്റാർട്ട് ചെയ്തതാണ് ബിസിനസ്. നമ്മൾ ഇവിടെ വരെ ഇപ്പം 25-ലെത്തുമ്പം ഞങ്ങൾക്കിപ്പം 4 ഷോറൂം എറണാകുളത്തും കൂത്താട്ടുകുളത്തും 1 ഷോറൂം, 5 ഷോറൂം നമുക്ക് ഓഫ്ലൈനിൽ ചെയ്യാൻ സാധിച്ചു. അതിന് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഞങ്ങളുടെ പേരൻസാണ്. പേരൻസിനോടുള്ള കടപ്പാടും നന്ദി, അവരുടെ പ്രാർത്ഥനയുമാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതേപോലെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമുണ്ട്. അതോടൊപ്പം എന്നെ ഞാനാക്കിയത് എൻ്റെ ഹസ്ബൻഡാണ്. ആക്ച്വലി എന്നെ വീട്ടിലിരുത്തി വേണമെങ്കിലും ബിസിനസ് നടത്തിക്കൊണ്ട് പോകാവുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് എന്നെ പിടിച്ചുയർത്തി എന്നെ ബിസിനസ്സിലേക്ക് വലിച്ച് ഇറക്കിയത്. അതിനുള്ള താങ്ക്സ് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ അറിയിക്കുകയാണ്. അങ്ങനെ പറയാനൊരു വേദി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഞാൻ തന്നെ പറഞ്ഞെങ്കിലും ഇപ്പം നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ അതെനിക്ക് പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ആൻഡ് താങ്ക്സ് വൺസ് അഗെയിൻ. Thank you so much, ma'am. And sir? താങ്ക് യു ഏഷ്യാനെറ്റ്. ഇപ്പോൾ ഷെർലി പറഞ്ഞു ഹസ്ബൻഡാണ് എന്നെ ഈ ഫീൽഡിലേക്ക് ഇറക്കിയെന്ന് പറഞ്ഞു. ആക്ച്വലി ഷെർലിക്ക് ആ കഴിവുള്ളത് കൊണ്ടാണ് മിലനായത്. അല്ലാതെ ഞാൻ ഇറക്കിക്കൊണ്ട് മാത്രമല്ല, അവരവരുടെ കഴിവ് മാക്സിമം അവരുടെ എഫേർട്ട് എടുത്തുകൊണ്ടാണ്. അപ്പോൾ അതിന് താങ്ക്സ് ഞാൻ അങ്ങോട്ടാണ് പറയുന്നത്. ഞങ്ങളുടെ ഫാമിലിയും ഞങ്ങളെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് എൻ്റെ വൈഫിൻ്റെ ആ സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് മിലനായത്. താങ്ക് യു. Thank you so much, sir. So we are moving on to the next award, and this award goes to Education and Employability category, and that is won by none other than ADI Group of Institutions, Mr. Muhammad Shafi and Mrs. Darshana. A big round of applause, everybody together. കേരളത്തിലെ മുൻനിര തൊഴിലധിഷ്ഠിത ട്രെയിനിംഗ് സ്ഥാപനങ്ങളിൽ 100 മേനി പൊൻതിളക്കത്തോടെ തലയുയർത്തി നിൽക്കുന്ന ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അമരക്കാരായ ദമ്പതികൾ. 2014 സ്ഥാപിതമായ സ്ഥാപനം വ്യവസായ രംഗത്തെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ് കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, AC ടെക്നീഷ്യൻ കോഴ്സ് തുടങ്ങി നിരവധി കരിയർ നിർമ്മാണ കോഴ്സുകളുമായാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ആധുനിക ലാബ് സൗകര്യം, പരിചയസമ്പന്നരായ ഫാക്കൽറ്റി, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, കൂടാതെ 100% ജോബ് അസിസ്റ്റൻസ് എന്നിവയാണ് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രത്യേകതകൾ. വ്യവസായ നിലവാരത്തിലുള്ള പരിശീലനം നൽകുകയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി മാറ്റിമറിക്കുകയും ചെയ്ത ഷാഫി ദർശന ദമ്പതികൾ
അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ചുറ്റുപാടുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകളും സംയോജിപ്പിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ തൊഴിൽ പരിശീലന മേഖലകളിലെ എണ്ണമറ്റ അഭിമാനകരമായ സംഭാവനകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം പ്രിയങ്കരരായ ഷാഫി ദർശന ദമ്പതികളെ ഈ സായാഹ്ന സ്നേഹ സംഗമത്തിലേക്ക്. Once again, congratulations and let's give it up for Mr. Mohammed Shafi and Mrs. Darshana Adi Group of Institutions for winning this award in the category of Education and Employability. Wow, congratulations, and over to you, please. We would love to hear from you. Hi, thank you once again, Asianet. ഇങ്ങനൊരു അവാർഡിന് ഞങ്ങൾ സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ട്. ഞങ്ങൾ മെയിൻലി ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ QA/QC, MEP പോലുള്ള 10ഓളം കോഴ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ 5-6ഓളം ബ്രാഞ്ചുകളുണ്ട്. ഈ ഒരു ഇങ്ങനെയുള്ള ഒരു അവാർഡ്, ഇത് മുമ്പും ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അവാർഡിൽ സെലക്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഏഷ്യാൻ. Thank you so much, sir. Thank you, ma'am. So we are now moving on to the next category of award in this Business Couple Award, and this award goes to, and this award is for the Business Couple Excellence in Healthcare Industry, and the award goes to Sunrise Hospital, Dr. Hafiz Rahman and Mrs. Parveen Hafiz. രണ്ടര പതിറ്റാണ്ടിലേറെയായി ആരോഗ്യ പരിപാലന രംഗത്തെ വിശ്വാസത്തിന്റെയും മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്ന സൺറൈസ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ അമരക്കാർ. 2005 സ്ഥാപിതമായ സൺറൈസ് എന്ന ആശയം പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ ഹഫീസ് റഹ്മാൻ പടിയെത്തും ദീർഘദർശിയായ മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി പർവീൻ ഹഫീസും ചേർന്നുള്ള പ്രയാണത്തിന്റെ വീര്യത്തിൽ ഇന്ന് കേരളത്തിലും അതിർത്തിക്കപ്പുറവും വ്യാപിച്ചു കിടക്കുന്ന കീർത്തിഭദ്രമായ ശൃംഖലയായി മാറിക്കഴിഞ്ഞു. 130,000-ലധികം വിജയകരമായ ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകളും 2 കോടി രോഗികൾക്ക് മേൽ ചികിത്സയും നൽകിക്കൊണ്ട് ആരോഗ്യരംഗത്ത് വിശ്വാസ്യതയുടെ പേരായി മാറിയിരിക്കുകയാണ് സൺറൈസ്. ഡോക്ടർ ഹഫീസ് റഹ്മാൻ ശസ്ത്രക്രിയയിൽ നവോത്ഥാനം സൃഷ്ടിക്കുമ്പോൾ ശ്രീമതി പർവീൻ ഹഫീസ് സൺറൈസിനെ ഏഷ്യയിലെ മുൻനിര ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നാക്കി ഉയർത്തി. ഒട്ടനവധി ജീവിതങ്ങളെ മാറ്റിമറിച്ച പ്രചോദക ശക്തികളായ ദമ്പതികളെ സ്നേഹസമ്പന്നമായ ആദരവുകളോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Once again, congratulations to this power couple, Dr. Hafiz Rahman and Mrs. Parveen Hafiz from Sunrise Hospital, for winning this award in the category of Business Couple Excellence in Healthcare Industry. Congratulations, and over to you, sir, please. ഞാൻ റെജിയുടെ അടുത്ത് പറയായിരുന്നു, പർവീൻ ഉള്ളത് കാരണം എനിക്കും കുറേ അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഞാൻ 38 കൊല്ലത്തോളമായി ഒരു ഡോക്ടറായിട്ട്. അപ്പോൾ ഞാനിപ്പോഴും പേഷ്യൻസ്, സർജറി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു എൻ്റർപ്രണറായിട്ട് അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾക്ക് സൺറൈസ് ഹോസ്പിറ്റൽ ഒരിക്കലും ഒരു ബിസിനസ് പ്രൊപ്പോസൽ ആയിരുന്നില്ല. ഞങ്ങൾക്കിതൊരു പാഷനായിരുന്നു. അപ്പോൾ ആ പാഷൻ ഞങ്ങൾ ഇത്രയും കാലം ഫോളോ ചെയ്യായിരുന്നു സൺറൈസ് ഹോസ്പിറ്റൽ. അല്ലാതെ ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ള ആഗ്രഹത്തിലല്ല ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റൽ തുടങ്ങിയത്. 20 കൊല്ലം മുമ്പാണ് സൺറൈസ് ഹോസ്പിറ്റൽ തുടങ്ങിയത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ തുടങ്ങി. കേരളത്തിലായിട്ടും, കേരളത്തിലിപ്പോൾ ഏകദേശം 8ഓളം ഹോസ്പിറ്റലുകളുണ്ട്. കേരളത്തിന് പുറത്തായിട്ടും ബോംബെ, ഡൽഹി, ദുബായ്, അങ്ങനെ പല സ്ഥലത്തായിട്ട് ഹോസ്പിറ്റലുകൾ തുടങ്ങി. പക്ഷേ ഇപ്പോൾ വരുന്ന ഇവിടെയുള്ള യങ് എൻ്റർപ്രണേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, എപ്പോഴും നമ്മളുടെ സക്സസ് ചെറിഷ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ ഡിഫിക്കൽട്ടീസും നമ്മളുടെ ഫെയിലിയേഴ്സും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സൺറൈസ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ 350 കിടക്കകളുള്ള ബോംബെയിലെ ഹോസ്പിറ്റൽ കത്തിപ്പോയി. ദുബായിൽ ഞങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഫെയിലിയേഴ്സ് എല്ലാം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഇന്ന് ഞങ്ങൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു ഹോസ്പിറ്റൽ ശൃംഖലയാണ്. എല്ലാത്തിനും പർവീൻ്റെയാണ് കഴിവ്. ഞാനിപ്പോഴും ഒരു ഡോക്ടറായിട്ടിരിക്കുന്നു. പർവീൻ.
Good evening, everybody. First and foremost, എനിക്ക് ഏഷ്യാനെറ്റിനോടാണ് ACV I want to say a big thanks. Like everybody said, ഞങ്ങൾ women entrepreneurs. I've been an entrepreneur, woman entrepreneur for the past 31 years. And like what everybody said, there's absolutely no difference between a man and a woman in entrepreneurship. എനിക്ക് ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. One, I love numbers and I love people. എനിക്ക് ഭയങ്കര ഇൻടോക്സിക്കേറ്റിംഗ് ആണ് ആൾക്കാരെ കാണുക, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക. സോ ഐ തിങ്ക് ബൈ God's blessings, I got married to Dr. Hafiz and I could like follow my passion. And I think healthcare is one of the most beautiful industry because every second you're touching lives and it's 24/7 job, which we happily do. ഡോക്ടർ ഹഫീസ് പറയുന്നത് ഞാൻ ചെയ്തെന്നല്ല, ഞങ്ങൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഡോക്ടർ ഹഫീസിൻ്റെ എക്സ്പെർട്ടൈസും ഉണ്ട്. ഞങ്ങൾ സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാട് ഫസ്റ്റ് മന്ത് പോലും 20 കൊല്ലം മുമ്പ് പ്രോഫിറ്റബിളായിട്ടാണ് ഓടിയത്. ഫസ്റ്റ് മന്ത് ഓഫ് എൻ ലൈക്ക് a venture. So that's definitely blessings. And I want to like proudly announce we are married for 33 years. I would like to say that I'm madly in love with Dr. Hafiz. That's because of his hands. Like when he accepts a patient and he'll tell the patient, എന്തായിക്കോട്ടെ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ he'll say don't worry, ഞാൻ നോക്കിക്കോളാം. And that one word, I'm sure a few people have had the experience. What we believe is it's only God's blessing that he's able to do that. And one more very important thing, even if you're a working mother, full-time working mother, generally there is a saying that says your children won't do well, they'll have problems because you don't give time. What we both did is we gave them quality time. We are blessed with 3 daughters, the elder to a gynecologist and the younger one is into management. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല, അവർ നന്നായി പഠിച്ചു, അവരെ കല്യാണമൊക്കെ കഴിഞ്ഞു. But they have also joined the organization and for a few years they'll be under our guidance. The CEOs, professional ആയിട്ടുള്ള ആൾക്കാരൊക്കെ will be doing that. So what I want to tell you is marriage, children, nothing will differ us if our purpose is clear. And I'm a very ordinary, simple woman. If I could do it, definitely with Dr. Hafiz's and everybody's support, I'm sure that we'll have many, many women entrepreneurs in our state and in our country. Thank you very much and may God bless you all. It's not at all difficult to be a woman entrepreneur because I have 4 women entrepreneurs at home. Wow, thank you so much. നല്ലൊരു കാര്യം കൊടുക്കാട്ടോ for this wonderful message that both of them shared here tonight. A special thank you for that. So ladies and gentlemen, we are moving on to the next award. And this award goes to Business Couple Excellence in Jewelry Industry. And the award goes to Anashwara Jewelry, Mr. Anuraj and Mrs. Preena. A big round of applause to the young couple. കാലാനുസൃതമായ പുതുമകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ദമ്പതികൾ. ആഭരണ വ്യവസായ മേഖലയിലെ നൂതനവും വൈവിധ്യം നിറഞ്ഞതുമായ സമീപനം അനശ്വരയെ കേരളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആഭരണ ബ്രാൻഡായി ഉയർത്തിക്കഴിഞ്ഞു. ഉപഭോക്താക്കളുടെ ഉള്ളുതൊട്ട് ഏറ്റവും പുതുമയുള്ള രൂപകൽപ്പനകളിലൂടെ പുതുയുഗത്തിന് ചേരുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് നാൾക്കുനാൾ അനുരാജ് പ്രീന ദമ്പതികളുടെ വിജയരഹസ്യം. ഇരുവരും ചേർന്ന് അവതരിപ്പിച്ച ഋതു ഡയമണ്ട് ബ്രാഞ്ച് ആഭരണ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. ഇരുവരുടെയും ദൃഢനിശ്ചയത്തിനും കഠിനാധ്വാനത്തിനും മുന്നിൽ ഹർഷാരവങ്ങൾ മുഴക്കിക്കൊണ്ട് അനശ്വര ബ്രാഞ്ച് ഇനിയും വിജയചരിത്രങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന ആശംസകളോടെ ഈ സായാഹ്ന സംഗമത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം അനുരാജ് പ്രീന ദമ്പതികളെ. Once again, hearty congratulations and lots of love to this young power couple here, Mr. Anuraj and Mrs. Preena from Anashwara Jewelry. Over to you, please. Good evening all. ആദ്യം ഒരു ബിഗ് താങ്ക്സ് ACVക്ക് ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന്. ഞങ്ങൾക്ക് ബിസിനസ്സിന് ഫസ്റ്റ് കിട്ടുന്ന ഒരു അവാർഡാണ്. ഞങ്ങൾക്ക് വേറെ പല അവാർഡുകളും പലരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്.
ഏകദേശം 49 വർഷമായി ഞങ്ങൾ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്ത്, അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത ജ്വല്ലറിയാണ്. അപ്പം അതിനകത്ത് ഏകദേശം ഒരു 47 വർഷം വരെയും ഇതിന് വലിയ ചേഞ്ചുകളൊന്നും ഇല്ലായിരുന്നു. ഒരു കടയുള്ളായിരുന്നു അടൂര്. അതിനുശേഷം ഒരു 2 വർഷം മുമ്പ് പാറു ജോയിൻ ചെയ്തു ഷോപ്പിൽ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. 3ാമത്തെ കുട്ടിയുടെ ആയതിനു ശേഷം, ഒരു നിലയിലായതിനു ശേഷമാണ് പാറു ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞത് കണ്ണഞ്ചപ്പിക്കുന്ന പോലെയാണ് വളർന്നു പോയത്. കാര്യം ഒരു ബ്രാഞ്ചിൽ നിന്ന് 1.5 വർഷം കൊണ്ട് 3 ബ്രാഞ്ചായി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. അതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ ഋതു എന്നൊരു ബ്രാൻഡാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ മാർക്കറ്റ് പഠിച്ചപ്പം ബാക്കിയുള്ള വ്യത്യസ്തമായിട്ട് ബാക്കിയുള്ള ചെയ്യുന്നതിനകത്ത് എന്ത് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചെയ്യാമെന്ന് പഠിച്ചു നോക്കി. കാര്യം പല കസ്റ്റമേഴ്സും അനുഭവിക്കുന്ന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ, ഡയമണ്ട് വാങ്ങിച്ച് അത് വിൽക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ പകുതി പോലും കിട്ടാറില്ലായിരുന്നു. ആ ഒരു സാധനം ഞങ്ങളത് ഊന്നി അതിനുവേണ്ടി 95% ഞങ്ങളുടെ ഋതു ബ്രാൻഡ് മേടിച്ച് പർച്ചേസ് ചെയ്ത് എപ്പോൾ എക്സ്ചേഞ്ച് ചെയ്താലും 95%, അത് വിൽക്കുമ്പം 90% ലൈഫ് ലോങ് മെയിൻ്റെനൻസ് ഫ്രീ ആക്കി ഞങ്ങൾ കൊടുത്തു. അപ്പം അവിടെ വെച്ച് ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇതൊക്കെ ഒരു തുടക്കമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഇങ്ങനെയൊന്നും അല്ല നമ്മൾ സ്വപ്നം കണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ അപ്പുറമാണ്. അപ്പം അതിന് ഒത്തിരി പാറു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പാറു എന്നാണ് ഞാൻ വീട്ടിൽ വിളിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏകദേശം 20,000 കൊറിയർ ഓൾ ഇന്ത്യ ഗോൾഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഗോൾഡ് ഓൺലൈനിൽ വാങ്ങിച്ച് കാണുമെന്ന്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 1.5-2 വർഷമായിട്ട് ഞങ്ങളാണ് ഗോൾഡ് ഓൺലൈനിൽ ചെയ്യുന്നത്. അതൊരു അഭിമാനകരമായ ഒരു നിമിഷമാണ് ഞങ്ങളുടെ കാര്യത്തിൽ. താങ്ക് യു. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് പ്രീന. ഇപ്പം ഏട്ടൻ പറഞ്ഞ കണക്ക്, അല്ലെങ്കിൽ ഷേർലി മാം പറഞ്ഞ കണക്കൊക്കെ എന്നെയും ഈ ഒരു ഫീൽഡിലേക്ക് വലിച്ച് കയറ്റിയതാണ്. കാരണം ബിസിനസ്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ആക്ച്വലി ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കോമഡി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ 2 കുട്ടികൾക്ക് കൂടെ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ വിട്ടിട്ട് ബിസിനസ് രംഗത്തേക്ക് വന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ഋതു ഉൾപ്പെടെ ഞങ്ങളുടെ ബ്രാൻഡ് വളർത്താനായിട്ട് ഞാനൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സർ. അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അനശ്വര ജ്വല്ലറി എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് we're moving on to the last award in this category of awards. And this award is for the qualifier in the category Business Couple Excellence in Fitness and Wellness Industry. And the award goes to Mr. Sabu Varghese and Mrs. Binsi Sabu from Life Fitness Center. A big round of applause to Mr. Sabu Varghese and Mrs. Binsi Sabu. Sabu Varghese, Binsi Sabu. സ്വയം വഴികൾ വെട്ടി വിജയമുറപ്പിക്കാൻ തയ്യാറെടുത്ത കരുത്താർന്ന ഹൃദയത്തിനുടമ. ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 26ഓളം ഫിറ്റ്നസ് സെന്ററുകളുടെ ചുക്കാൻ പിടിക്കുന്നതിനൊപ്പം ഒട്ടനവധി തൊഴിൽ മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര ചാർത്തി ജൈത്രയാത്ര തുടരുന്ന സാബു വർഗീസ് ഇന്ന് ആരോഗ്യരംഗത്ത് നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രീമിയം ഫാമിലി ഫിറ്റ്നസ് സെന്റർ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് ആകർഷകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുമ്പോൾ സാബു വർഗീസിന് കരുത്തേകാൻ പത്നി ബിൻസി സാബുവും കൂടെയുണ്ട്. കേരളത്തിൽ ആരോഗ്യരംഗത്ത് പുത്തൻ ഉണർവോടെ സംഭാവനകൾ നൽകണമെന്ന സ്വപ്നം 14 ജില്ലകളിലും ഫിറ്റ്നസ് സെന്ററുകൾ ആരംഭിക്കാനുള്ള ചിന്തകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നിരന്തര പ്രവർത്തനങ്ങളും കഠിനാധ്വാനവും വിജയത്തിലേക്ക് നയിക്കുന്ന സാബു വർഗീസിനും കുടുംബത്തിനും ആശംസകൾ നിറച്ച പൂച്ചെണ്ടുകൾ സമ്മാനിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം ഈ സായാഹ്ന സ്നേഹം പങ്കിടുന്ന വേദിയിലേക്ക് സാബു വർഗീസിനെയും ബിൻസി സാബുവിനെയും. Once again, congratulations to Mr. Sabu Varghese and Mrs. Binsi Sabu. A big round of applause. We would love to hear from you, ma'am. And sir, please. ഒരുപാട് സന്തോഷം. ഹോസ്പിറ്റലും വെൽനെസ്സും സെൻട്രൽ സാറിനും അറിയാം. താങ്ക് യു. വെൽനെസ് രംഗത്ത് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് വേറൊരു മാതൃകയാണ് കാഴ്ചവെക്കുന്നത്. ആദ്യം തന്നെ ഏഷ്യാനെറ്റിന് നന്ദി പറയുന്നു. എനിക്കൊരുപാട് അവാർഡുകൾ, ഒരു 10 പതിറ്റാണ്ടോളം ദുബായിലായിരുന്നു. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് ആദ്യമായിട്ടാണ്. ഒരുപാട് സന്തോഷം. ആരോഗ്യം, ഇതെല്ലാവരും നമ്മൾ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം വേണ്ടത് ആരോഗ്യമാണ് അല്ലേ?
ഈ സ്റ്റെപ്പ് കയറി വരണമെങ്കിലും ഇപ്പോൾ നേരത്തെ സാറിനെന്ന് പറഞ്ഞ പോലെ നമുക്ക് അവാർഡുകളൊക്കെ വാങ്ങണമെങ്കിലും ഇതുപോലെ എനർജറ്റിക് ആയിരിക്കണമെങ്കിലും ലോകത്ത് എന്തെല്ലാം നേടിയാലും ഹെൽത്ത് ആരോഗ്യമില്ലെങ്കിൽ നീ ഒന്നിനും കൊള്ളില്ല എന്നാണ്. അപ്പം എല്ലാവരും കേരളത്തിലെ ബിഗസ്റ്റ് ഫിറ്റ്നസ് സെൻ്ററാണ് പാലാരിവട്ടത്തുള്ളത്. പ്രീമിയം ഫിറ്റ്നസ് സെൻ്റർ ഫാമിലി ഹെൽത്ത് ക്ലബ്ബാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് സന്ദർശിക്കണം, അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് അറിയണം. താങ്ക് യു. നമ്മൾ ദുബായിൽ നിന്നുള്ള ബന്ധമാട്ടോ. എൻ്റെ വൈഫാണ്, ഫാമിലി ഉണ്ട്. ഒരു കൂട്ടായ ശ്രമമാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും, ലൈഫ് ചേഞ്ചിൽ ഉണ്ടാവും. ലൈഫ് ചേഞ്ച് നിങ്ങളൊന്ന് വെറുതെയെങ്കിലും ഒന്ന് സന്ദർശിക്കണം. ഇൻസ്റ്റാ പേജിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ പ്രവർത്തനം എന്താണെന്നുള്ളത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സോ. സോ അങ്ങനെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ നേടിയാലും ആരോഗ്യം, നമ്മുടെ ഹെൽത്ത് ആണ് എപ്പോഴും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് വി ലുക്ക് അപ്പ് ടു. സോ കൺഗ്രാറ്റുലേഷൻസ് ഓൺ റിസീവിംഗ് ദിസ് അവാർഡ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ടു എവറിബഡി ഹിയർ, ഒഫീഷ്യൽസ് പ്ലീസ് ബി സീറ്റഡ്. സോ അങ്ങനെ ഇന്നത്തെ ഒരു അവാർഡ് വി ആർ കമ്മിങ് ടു എൻ എൻഡ്. വൺസ് അഗെയിൻ lots of love and congratulations to all the inspiring people, to everybody who has been there, who has gone through the tough roads and finally received this award. And we are now moving on to the closing session. To deliver the vote of thanks, let me invite Sales Head Asianet Satellite Communication Limited, Mr. Bijo Jose. വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഈവനിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇൻഡസ്ട്രി ഡോയൻസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. സീനിയറായിട്ടുള്ള ബിസിനസ് ആൾക്കാർ, മീഡിയം ലെവലിലുള്ള ആൾക്കാർ, താരതമ്യേന ഈ മേഖലയിലോട്ട് പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള ഓൺടർപ്രണേഴ്സ്. ഇവരൊക്കെ അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നു, സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നു, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു അറിവും ചെറുതല്ല അല്ലേ? അപ്പം ലെറ്റ്സ് ഹാവ് മോർ സച്ച് കോൺവെർസേഷൻസ്. അതുപോലെ തന്നെ പല ടാബൂസും ഇന്ന് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല വിമൺ ഓൺടർപ്രണർ ദാറ്റ്സ് എനഫ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ടാബൂസ്, അതുപോലെ തന്നെ വിമൺ എംപവർമെൻ്റൊക്കെ വളരെ ഒബ്സലീറ്റഡ് വേർഡ്സാണ്. അപ്പം വിമൺ ആക്ച്വലി എംപവേർഡ് ആണ്. നമുക്കറിയാം മുന്നോട്ട് വരുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരാളുടെയും പിറകിൽ എംപവേർഡ് ആയിട്ടുള്ള ഒരു വിമൺ ഉണ്ടാവും. അത് അമ്മയാവാം, നിങ്ങളുടെ ഭാര്യമാരാകാം. എനിവേ ലെറ്റ് മീ ഗെറ്റ് ഇൻ ടു മൈ ഡ്യൂട്ടി. ഇന്ന് ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന ഇവിടെ വേദിയിലില്ലെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ സെബാസ്റ്റ്യൻ പോൾ അവർക്ക് ഏഷ്യാനെറ്റിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ അവസാന നിമിഷമാണെങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ MA നിഷാദ് സാറിന് ഏഷ്യാനെറ്റിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇനി നന്ദി പറയാനുള്ളത് അവാർഡ് വിന്നേഴ്സിനാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ, മുന്നോട്ടുള്ള വഴികളിൽ ഇതൊരു പ്രയോജനമാകട്ടെ, വലിയ ഉയരങ്ങൾ കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഏഷ്യാനെറ്റിൻ്റെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. Thanking you all. So we all might have heard powerful people come from powerful places. But here we have powerful people who make the place powerful. So once again, congratulations to all the winners who have received this award. A very special note of gratitude to everybody for being here and gracing this occasion with your presence. And also, keep inspiring all of us. Keep dreaming big. You are all such an example to everybody. You're setting the bench high. So thank you so much, everybody. Until we meet next time, myself, Janvi James, signing off from IQ Ventures Asianet ACV, presenting to you Power and Partnership Award 2025. Thank you so much.